ആണ് എന്ത് സൊല്യൂഷൻസ്. ലൈക്ക് വൈസ് ഇലക്ട്രോകെമിസ്ട്രി എന്തായിരുന്നു? ഞാൻ +2ൻ്റെ ചാപ്റ്റേഴ്സ് ചോദിക്കുന്നത് +2 ആയിട്ട് ഡീൽ ചെയ്ത് പോകുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, എനിക്കൊരു കൺസിഡറേഷൻ തരേണ്ടി വരും. ഇതിപ്പോൾ എക്സാം കഴിഞ്ഞ് വന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. പഠിച്ച് ചിലപ്പോൾ എന്നെക്കാട്ടിൽ നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. അയ്യോ മിസ്സേ ആ ടെക്സ്റ്റിൽ ആ സെൻറ്റൻസ് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണെങ്കിൽ എനിക്ക് നോക്കേണ്ടത് ശരിയാണല്ലോ പിള്ളേർ പറയുന്നതെന്ന് വേണ്ടി നോക്കേണ്ടി വരും. പറയൂ, ഇലക്ട്രോകെമിസ്ട്രി എങ്ങനെയാണ് നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇലക്ട്രോകെമിസ്ട്രിയിൽ കണ്ടത്? ഏത് ചാപ്റ്ററുമായിട്ടാണ് ഫസ്റ്റ് ഇയറിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോകെമിസ്ട്രി? ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും ചാപ്റ്ററായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോ? ബന്ധം തോന്നിയില്ലേ? ഏത് ചാപ്റ്ററാ പറഞ്ഞോ? എവിടെയോ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ 10th കണ്ടിട്ടുണ്ടല്ലോ അവരെ, ഇല്ലേ? ഏത് ചാപ്റ്ററായിരുന്നു? ഗാൽവനിക് സെല്ലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്തുവാ? അതെവിടെയാണ് കണ്ടേക്കണേ ഫസ്റ്റ് ഇയറിൽ? റിഡോക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണത് ഇലക്ട്രോകെമിസ്ട്രി. റിഡോക്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് സെക്കൻഡ് ഇയറിൽ നമുക്ക് ഇലക്ട്രോകെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുട്ടി വന്ന് ഇലക്ട്രോകെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ബാറ്ററിയിലും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള അവരുടെ കളിപ്പാട്ടത്തിലെ ബാറ്ററി ആയിരിക്കും അല്ലേ? അതൊക്കെ കണ്ടിട്ടില്ലേ? അത് വെറുതെ ഒന്നും അല്ല, അത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നതല്ല, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാൽ ടോയ് കറങ്ങുന്നതല്ല. അതിൻ്റെ അകത്തൊക്കെ കുറേ എന്താ പറയുക, കുറേ മാജിക്ക്, നമുക്ക് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ റിയാക്ഷൻസ് നമുക്ക് അവരെ പറഞ്ഞു കൊടുക്കാം. മാജിക്ക് സംഭവിക്കുന്നുണ്ട്. ലൈക്ക് അതിനെ നമ്മൾ വലുതാവുമ്പോൾ നിങ്ങൾ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ? അതല്ലേ നിങ്ങൾ ലാസ്റ്റ് ടുവേർഡ്സ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾ പഠിക്കുന്ന അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി എന്നൊക്കെ റിഡോക്സ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഫ്യൂവൽ സെൽസിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നൊക്കെ. നിങ്ങൾ ഗാൽവനിക് ഫേഷ്യൽ കേട്ടിട്ടുണ്ടോ? ഗാൽവനിക് സെല്ല് കണ്ടില്ലേ? അതുകൊണ്ടൊരു ഫേഷ്യലും ഉണ്ട്. കണ്ടോ, ബ്യൂട്ടി പാർലറിലെ ചേച്ചിക്ക് നമ്മളേലും കെമിസ്ട്രി അറിയാം. ഓക്കെ, സോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് എന്താ പറയുക ഓൾ ഓവർ നമുക്ക് കിട്ടുന്നൊരു ഐഡിയ എന്താണെന്ന് സിംപ്ലിഫൈ ആയിട്ടുള്ളൊരു വേർഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാനായിട്ട് എന്താ പറയുക കുറച്ചും കൂടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ, കാരണം എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യണ്ടേ? സോ അങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സിൽ എല്ലാ കാര്യങ്ങളും വരും. ആ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള പല പല കാര്യങ്ങൾ നമുക്ക് പല ചാപ്റ്റേഴ്സിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്ത് വേണ്ടി വരും എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? സയൻറ്റിഫിക് നൊട്ടേഷനും സിഗ്നിഫിക്കൻറ്റ് ഫിഗറും അല്ലേ? പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 10ൻ്റെ പവറൊക്കെ ഉണ്ടാവുമല്ലോ, കാരണം എല്ലാ ഇക്വേഷൻസിലും ഈ പറയുന്ന അവഗാഡ്രോ നമ്പർ മുതൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് മുതൽ എല്ലാത്തിലും 10ൻ്റെ പവർ വെച്ചിട്ട് ഒരു വാല്യൂ വരുന്നുണ്ട്. × 10⁻⁻⁻ നെഗറ്റീവും വരുന്നുണ്ട്, പോസിറ്റീവും വരുന്നുണ്ട്. അപ്പം നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫൈനൽ ആൻസർ എടുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ അവർ ഇപ്പോൾ 10⁻³ അല്ലെങ്കിൽ 10⁻³ എന്നൊന്നും തരത്തില്ല, ഡെസിമൽ പോയിന്റ് ഇട്ടിട്ടായിരിക്കും നമുക്ക് വാല്യൂസ് തരണം. അപ്പോൾ ആ 10ൻ്റെ പവേഴ്സിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഡെസിമലിനെ 10ൻ്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സയൻറ്റിഫിക് നൊട്ടേഷൻ നമുക്ക് ത്രൂ ഔട്ട് ഏത് പ്രോബ്ലം, അത് ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും മാത്സിലായാലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റൗണ്ട് ഓഫ് ചെയ്യൽ, നമ്മൾ മറ്റേ 3-4 നമ്പർ ഉണ്ടെങ്കിൽ ആദ്യത്തെ നമ്പർ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പർലി 5 വരെയാണോ, 5ന് എബവ് ആണോ, 0 ഇൻ ബിറ്റ്വീൻ ആണോ, 0 അറ്റ് ദി എൻഡ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ത്രൂ ഔട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടു മൊളാലിറ്റി, അത് സൊല്യൂഷൻസ് സെക്കൻഡ് ഇയറിലെ ടോപ്പിക്ക് വരുമ്പോൾ ആവശ്യം വരുന്നുണ്ട്. പിന്നെ എന്താ കണ്ട? എംപെറിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല ഇല്ലാണ്ട് ഒരു കെമിക്കലിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? അപ്പോൾ അതൊക്കെ വരുന്നത് എവിടെന്നാ? അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ്. അറ്റോമിക് നമ്പർ വരുന്നത് ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയൊക്കെ എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കണ്ടോ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ എങ്ങനെ എലമെൻസിനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മോഡേൺ പീരിയോഡിക് ലോ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ്, പറഞ്ഞോ
ശരി. അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഞാൻ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു ടീച്ചർ കെമിസ്ട്രി എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയില്ല എൻറ്റയർലി ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കണം, ഇത്രയും കാര്യങ്ങൾ. തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ചപ്പോൾ എന്തൊക്കെ പുതിയ പുതിയ പേരുകളല്ലേ പഠിച്ചത്. നമുക്ക് അറിയുന്നൊരു കാര്യം അടുപ്പത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കും. അത്ര അറിയുന്ന നമ്മൾ ഏതൊക്കെ ലെവലിൽ തെർമോഡൈനാമിക്സിൽ എന്തൊക്കെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസിൽ കൂടെ പോയില്ലേ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, സബ്ലിമേഷൻ എല്ലാം നിങ്ങൾ കണ്ടു അല്ലേ. ഹെസ് ലോയിൽ ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഒരുമിച്ചാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തെർമോഡൈനാമിക്സ് ഓർമ്മ വന്നുണ്ടോ? ആ, ഡെൽറ്റ ജി, ഡെൽറ്റ എച്ച്, ഡെൽറ്റ യു, എന്തൊക്കെ ഡെൽറ്റകളായിരുന്നു അല്ലേ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോന്നിട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങൾക്കും ആ ടോപ്പിക്സ് മനസ്സിലേക്ക് വന്നാലാണ് നമുക്കതിപ്പോൾ ഞാനല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും, നിങ്ങൾക്കൊന്നും മനസ്സിലാവാണ്ടിരിക്കും. അങ്ങനത്തെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രഷിങ് അപ്പ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടുപിടിക്കുകയും അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് ഇരുത്താം എന്ന് വിചാരിക്കുകയും ചെയ്യുകയല്ല ചെയ്തത്. അതിനൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അല്ലേ. ആദ്യത്തെ ഇനീഷ്യലി പല പല സയൻറ്റിസ്റ്റ്, ഡൊബ്രേനിയറും പിന്നെ ആരൊക്കെയായിരുന്നു, ന്യൂലാൻഡ്സ് അല്ലേ, ന്യൂലാൻഡിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ്, ഡൊബ്രേനിയറുടെ ട്രയാഡ്സ്, അങ്ങനെ വന്ന് മെൻഡലീവിൻ്റെ വരെ എത്തി. എന്തിൻ്റെ ഓർഡറിൽ? അറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ ആദ്യം എലമെൻസിനെ അറേഞ്ച് ചെയ്തു. പക്ഷെ അവിടെയൊക്കെ കുറേ ഡീമറിറ്റ്സ്, അതായത് നമുക്ക് ഫർദർ ആദ്യമൊക്കെ എന്താ ഇത്രയും എലമെൻസിനെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ, കുറച്ച് പേരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവരെ ഇരുത്താനായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെൻ മോർ ആൻഡ് മോർ എലമെൻറ്റ്സ് വർ ഡിസ്കവേർഡ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ഡിഫിക്കൾട്ട് ടു അറേഞ്ച് ദ എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അപ്പോൾ പതുക്കെ വേറൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. മോസ്റ്റ്ലി എന്ത് കോൺസെപ്റ്റാണ്? അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് എലമെൻസുകളെ ഇരുത്താം എന്നുള്ളത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മെൻ്റലീവിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിലും മെറിറ്റ്സും ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സീറ്റ് ഇട്ടേക്കുക, എന്താ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ആൾക്കാർക്കുള്ള സീറ്റ്. മെൻ്റലീവും അതുപോലെയായിരുന്നു. മെൻ്റലീവ് എന്ത് ചെയ്തു? ഇനിയും എലമെൻസിനെ ഡിസ്കവർ ചെയ്യും. നമ്മളിപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്നത്, നിങ്ങളുടെ ഇൻ ബിറ്റ്വീൻ സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇടുന്ന പോലെയാണ് മെൻ്റലീവ് ചെയ്തത്. മെൻ്റലീവ് ലാസ്റ്റത്തേക്കല്ല സ്ഥലം വെച്ചത്. എന്ത് ചെയ്തു? ഇൻ ബിറ്റ്വീൻ എലമെൻസ് അല്ലേ, എലമെൻറ്റ് നമ്മൾ ഇനി എലമെൻസിന് ഇവരെ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനുണ്ട് എന്നുള്ളത് മെൻ്റലീവും മുൻകൂട്ടി കാണുകയാണ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഐസോട്ടോപ്പ്, ഐസോബാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ആരായിരുന്നു ഐസോട്ടോപ്സ്? സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ പറഞ്ഞിരുന്നു അല്ലേ. ഹൈഡ്രജൻ്റെ ട്രിറ്റിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സ്. അപ്പോൾ ഈ മാസ് നമ്പർ കൂടുകയാണ് അല്ലേ. മാസ് നമ്പർ കൂടുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് മാസ് നമ്പർ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുക്കണം. പക്ഷെ അതൊന്നും പോസിബിൾ ആയിരുന്നില്ല. അങ്ങനെ കുറേ ഡീമെറിറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഫൈനലി മോസ്റ്റ്ലി അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസ്, അപ്പോഴും മോസ്റ്റ്ലിയുടെ പീരിയോഡിക് ടേബിളിലും ഡീമെറിറ്റ്സ് ഇല്ല എന്നല്ല, തമ്മിൽ ഭേദം ഇത്രയും നാളും പല പല എന്താ പറയുക ക്ലാസിഫിക്കേഷൻസ് വന്നതിൽ ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിളാണ്. അവിടെയും ഹൈഡ്രജൻ്റെ ഒരു പൊസിഷനിൽ പ്രശ്നമുണ്ടല്ലേ. ഹൈഡ്രജൻ മെറ്റലാണോ നോൺ മെറ്റലാണോ? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്? മെറ്റൽ എന്തൊക്കെ സ്വഭാവം കാണിക്കും? ഫിസിക്കലി ആയാലും പറഞ്ഞാൽ മതി. ലിക്വിഡ് ആണോ, സോളിഡ് ആണോ, ഗ്യാസ് ആണോ? സോളിഡ്. എക്സെപ്റ്റ് ഒരാളില്ലല്ലോ, ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ നോൺ മെറ്റലാണ്. പറയൂ, തെർമോമീറ്ററിൽ ആരാ ഉള്ളത്? ലിക്വിഡ് മെറ്റൽ അല്ലേ? അല്ലേ, മെർക്കുറി മെറ്റലാണ്. പക്ഷേ അയാളെന്താ? ലിക്വിഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്നാൽ നോൺ മെറ്റൽസിൽ എന്തുണ്ട്? സോളിഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. മെറ്റലും നോൺ മെറ്റലും പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ, ആസിഡ്സും ബേസിസും പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, നമുക്ക്
പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ എത്ര സമയം കൊണ്ടാണോ എടുത്തത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ പറയുന്ന ഇൻട്രൊഡക്ഷനും നിങ്ങൾക്ക് തന്നെ നിങ്ങളെയും കംഫർട്ടബിൾ ആക്കണം, ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങൾ ഇൻസ്റ്റൻ്റ്ലി ചോദിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വന്ന് എന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു പോണ പോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ മെറ്റൽസും നോൺ മെറ്റൽസും പിന്നെ ആരാ ഉള്ളത് പീരിയോഡിക് ടേബിളിൽ? ആരാ? മെറ്റലോയിഡ്സ്. ആരാ ഇവന്മാർ മെറ്റലോയിഡ്സ്? മെറ്റൽസിൻ്റെ സ്വഭാവം ചിലപ്പോൾ കാണിക്കും, കുറച്ച് കാര്യങ്ങൾ നോൺ മെറ്റൽസിൻ്റെയും കാണിക്കും അല്ലേ. അവരെവിടെയാണ് ഉള്ളത് പീരിയോഡിക് ടേബിളിൻ്റെ? ഏത് ബ്ലോക്കിലാണ് ഉള്ളത്? പി ബ്ലോക്കിൽ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു എസ് ബ്ലോക്ക് എവിടെയാ, പി ബ്ലോക്ക് എവിടെയാണ്, ഡി ബ്ലോക്ക് എവിടെയാണ്. അത് എല്ലാവർക്കും അറിഞ്ഞൂടെ? നിങ്ങളുടെ ബുക്കൊന്ന് നോക്കാമോ? ജസ്റ്റ് ഒരു റഫ് ഐഡിയ കിട്ടും പീരിയോഡിക് ടേബിളിൻ്റെ. കണ്ടോ? അതിൽ എസ് ബ്ലോക്ക് എന്നൊക്കെ അവർ ക്ലിയർ ആയിട്ട് കൊടുത്തു. ഈ എസിനെയും പിനെയും ടുഗെദർലി വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. ഏതൊക്കെ ബ്ലോക്സാണ് നമുക്കുള്ളത്? എസ് ബ്ലോക്ക്, S block, P block, D block and F block. Okay, എസിനെയും പിനെയും ടുഗെദർലി വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. ഡി ബ്ലോക്ക് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു ട്രാൻസിഷൻ എലമെന്റ്സ്. ഇതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എസ് ബ്ലോക്കിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞ് ആരാണ് ഈ എസ് ബ്ലോക്ക് എലമെന്റ്സ്? എന്തിനാ നമ്മൾ അവരെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. അറ്റോമിക് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അറേഞ്ച് ചെയ്യും അല്ലേ. ഫൈനൽ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സബ്ഷെൽ എസ് സബ്ഷെല്ലാണെങ്കിൽ യു വിൽ കോൾ ഇറ്റ് ആസ് എസ് ബ്ലോക്ക്, അല്ലെങ്കിൽ യു വിൽ പ്ലേസ് ദം ഇൻ ദ എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് ഏതൊക്കെ എലമെന്റ്സാണ് വരുന്നത്? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. എസ് ബ്ലോക്ക് നിങ്ങളുടെ പീരിയോഡിക് ടേബിളിലുള്ള എസ് ബ്ലോക്ക് ഒന്ന് നോക്കാമോ? എസ് ബ്ലോക്കിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് എന്ത് വരുന്നത്? ആൽക്കലി മെറ്റൽസ് അല്ലേ. സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് വരും? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്താ ഇവന്മാരുടെ പ്രത്യേകത? ആൽക്കലി മെറ്റൽസിന്റെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഇവർ മെറ്റൽസ് ആണെന്ന്? കെമിക്കലി ഇവരുടെ പ്രത്യേകത എന്താ? എപ്പോഴാണ് നമ്മൾ കെമിക്കലി ഒരാൾ മെറ്റലാണെന്ന് പറയുന്നത്? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണോ? നിങ്ങൾ അയോണൈസേഷൻ എന്താൽപ്പിയൊക്കെ പഠിച്ച ആൾക്കാരാണ്. ഡൗൺ എ ഗ്രൂപ്പ് അയോണൈസേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യുമെന്നൊക്കെ നിങ്ങളിപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയും. പക്ഷേ എന്താണ് ഈ അയോണൈസേഷൻ എന്താൽപ്പി എന്നറിയണ്ടേ? മെറ്റൽ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി പറഞ്ഞായിരുന്നു അല്ലേ. ഒരാൾക്കൊരു സാധനം കൊടുക്കുന്നത് പോസിറ്റീവാണ്, ഒരാളുടെ എടുക്കുന്നത് നെഗറ്റീവാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ദേ ഹാവ് ദ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ. ഓക്കെ, മെറ്റൽസിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആൽക്കലി മെറ്റൽസിന് +1 ആയിരിക്കും, ഇവർക്ക് +2 ആയിരിക്കും. വേറൊന്നും അല്ല, ഇവർ S1 കാരാണ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് S2 കാരാണ്. അപ്പോൾ ഇവർക്ക് എസിലുള്ളൊരു ഇലക്ട്രോൺ, സോഡിയത്തിനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതല്ലേ. നോക്കിയേ, നിങ്ങൾക്ക് സോഡിയം ഉണ്ടോ നോക്കിയേ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉണ്ടോ? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീരിയം, സീഷ്യം, ഫ്രാൻഷ്യം കണ്ടോ? അപ്പോൾ എന്താ പ്രത്യേകത? ലിഥിയത്തിനും സോഡിയത്തിനും പൊട്ടാഷ്യത്തിനും റുബീഡിയത്തിനും സീഷ്യത്തിനും ഫ്രാൻഷ്യത്തിനും 1 ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക. ഗ്രൂപ്പ് വാലൻസി, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വാലൻസി സെയിം ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ബിക്കോസ് വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആണ്. അപ്പം സെയിം സ്വഭാവമായിരിക്കും കാണിക്കുക. ആൽക്കലി മെറ്റൽസ് ഹാവ് ദ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ ആൻഡ് ദാറ്റ് ടു 1 ഇലക്ട്രോൺ. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി കുറവായിരിക്കും.
സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ഇലക്ട്രോണിനെ കളയാൻ. രണ്ടാമത്തെ ഇലക്ട്രോണിനെ കളയാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. കാരണം സോഡിയം 11 അല്ലേ? നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയേ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 അല്ലേ? കാരണം ഇതെന്താ ഇതൊക്കെ ഞാൻ പറയണേന്ന് വെച്ചാലേ നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ വേറെ ഫർദർ ഡിസ്കഷന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സോഡിയം 11 എങ്ങനെ വരും കോൺഫിഗറേഷൻ? അല്ലേ? അപ്പൊ സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ കളയുകയാണ് ഞാൻ, Na+. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 10. എങ്ങനെ വന്നു കോൺഫിഗറേഷൻ? 1s2 2s2 2p6. ആരുടെ കോൺഫിഗറേഷനാണ് ഇത്? അയാളുടെ മുന്നിൽ കിടക്കുന്ന നിയോൺ എന്ന് പറയുന്ന ഇനേർട്ട് ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആയില്ലേ 10 ഇല്ലേ? അപ്പൊ നോക്കൂ, ഇവര് സ്റ്റേബിളാ. 8 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ്. ഫസ്റ്റ് ഷെല്ല് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ദിസ് തിങ് അല്ലേ അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? മെയിൻ ഷെല്ല്. സെക്കൻഡ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോയിട്ടുള്ളത്. സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അടുത്ത ഇലക്ട്രോണിനെ ലൈക്ക് അവർ ലൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവർ സ്റ്റേബിളായി. ഇനി ഒരു ഇലക്ട്രോണിനെ കളയാന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ് റിക്വയർസ് ഹൈ എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ സോഡിയത്തിനെ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിനെ സംബന്ധിച്ച് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വിൽ ബി ലോവർ ദാൻ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. നിങ്ങൾ നോക്കൂ, പൊട്ടാഷ്യം കണ്ടോ? ഓരോ ഗ്രൂപ്പിൻ്റെ താഴേക്ക് വരുമ്പോഴും എന്താ പ്രത്യേകത? എങ്ങനെയാണ് അവരുടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസം? ഇപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ നോക്കി പറ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരൊക്കെയാ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്? ലിഥിയം എത്ര അറ്റോമിക് നമ്പർ? സോഡിയം. അടുത്ത ആളാരാ? എത്രയാ വരിക? അടുത്ത ആള് എത്ര വരും? അടുത്ത ആള് സീഷ്യത്തിന്റെ എത്രയാ? ഇത്രയും മതി നമുക്ക്. താഴേക്ക് എല്ലാത്തിനും അങ്ങനെ തന്നെയാ. ഹൈഡ്രജൻ ഇസ് 1s1. ഇവര് 1s1 ഇതൊക്കെ കഴിഞ്ഞിട്ട് 2s1, ഇവർക്ക് 3s1, ഇവർക്ക് 4s. മുന്നിലേക്ക് കോൺഫിഗറേഷൻ ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാം എഴുതാഞ്ഞിട്ടാണ്. റുബീഡിയം വരുമ്പോൾ 5s1 6s1, അവസാനത്തെ ആള് 7s1. ഓക്കെ, അപ്പൊ ഇവരുടെ ഒക്കെ ഫൈനൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ S1 ആണ്. ഇസ് ദാറ്റ് ക്ലിയർ ഫോർ യു? അപ്പൊ ആ S1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ ഫ്രണ്ടിലുള്ള കറസ്പോണ്ടിങ് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിനെ കളയാന്നുള്ളത് അവരുടെ ഒരു ബേസിക് ടെൻഡൻസിയാണ് ഇൻ ഓർഡർ ടു അറ്റൈൻ ദ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ക്ലിയർ ആണല്ലോ അത്? സെക്കൻഡ് ഗ്രൂപ്പുകാർ ആരൊക്കെയാന്ന് നോക്കിയേ. അപ്പൊ ഇവരുടെ ജനറൽ ഇലക്ട്രോണിക്. ഇനി ഒരു കാര്യം കൂടെ, താഴേക്ക് വരുന്തോറും കണ്ടോ വലുതായിക്കൊണ്ടിരിക്കുക. ദിസ് ഇസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓർ ദ മെയിൻ ഷെൽ അല്ലേ? അപ്പൊ മെയിൻ ഷെല്ല് വലുതാവും തോറും, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മാറിയല്ലേ, അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സെക്കൻഡ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, തേർഡ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, എനിക്ക് പെട്ടെന്നൊരു പേന വാങ്ങണമെങ്കിൽ ആരുടെ അടുത്തുനിന്ന് വാങ്ങാൻ ഇറ്റ്സ് ഈസി? ഫസ്റ്റ് അല്ലേ? അപ്പോൾ ഞാനൊരു ന്യൂക്ലിയസ് ആണെങ്കിൽ എൻ്റെ ഇൻട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അടുത്ത് കിടക്കുന്ന ആൾക്കാർക്ക്. അങ്ങോട്ട് പോകും തോറും അത് കുറയും അല്ലേ? അപ്പോൾ സിമിലർലി ഇവിടെയും അങ്ങനെ തന്നെയാണ്. ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് അടുത്ത് കിടക്കുന്ന ഷെല്ലുകൾ ഇവരാണ്. അപ്പോൾ താഴേക്ക് വരും തോറും ഇലക്ട്രോണിന് ചാടി പോകാൻ എളുപ്പമാണ്, അത്ര പോലും എനർജി വേണ്ട. അപ്പോൾ അയണൈസേഷൻ എനർജി, എന്താ അയണൈസേഷൻ എനർജി? ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, അപ്പോൾ അല്ലെങ്കിൽ വേണ്ടി വരുന്ന എനർജി. അപ്പം താഴേക്ക് പോകും തോറും വലിയ എനർജി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇലക്ട്രോൺസ് വേഗം പൊക്കോളും. കാരണം എന്താ? സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. ക്ലിയർ ആയി? അപ്പോൾ ന്യൂക്ലിയർ ചാർജ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന് എന്ത് പറ്റും? കുറയും. സൈസ് കൂടുമ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും, thereby അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. അപ്പോൾ ഇലക്ട്രോൺ വേഗം ചാടിപ്പോയി. അതിൽ വേഗം ആരായിട്ട് മെറ്റാലിക് ക്യാരക്ടർ കാണിച്ചു അല്ലേ? മെറ്റാലിക്. അപ്പോൾ താഴേക്ക് പോരും തോറും എന്ത് പറ്റും? മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. പിന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ് കൂടുന്നത്. താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ പോവല്ലേ, അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുന്തോറും കുറയും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ
നമ്മുടെ പീരിയോഡിക് ട്രെൻഡ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, സമ്മറി ഓഫ് സം ജനറൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിൽ കണ്ടോ. അതിൽ എന്തൊക്കെ ഇപ്പൊ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് താഴേക്ക് പോരുന്നവരും കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്, പക്ഷെ അത് ഷെല്ലുകൾ വരുമ്പോൾ അത് കുറഞ്ഞു അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഇപ്പൊ ഞാൻ ഇവിടുന്ന് എടുക്കുന്ന ഇന്റൻസിറ്റി സെയിം ആയിരിക്കും, പക്ഷെ അത് ഡിപ്പെൻഡ്സ് അല്ലേ. അവർ എൻ്റെ അടുത്ത് ഇവിടെ നിറഞ്ഞിരിക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ആൾക്കാർ വർത്താനം പറഞ്ഞൊക്കെ വരും ലാസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പക്ഷേ പീരിയോഡിക് ടേബിളിന് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്തോറും നിങ്ങൾക്ക് അറിയാലോ സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസ്. ഈവൻ ദോ ദ ഇലക്ട്രോൺസ് ആർ ഇൻക്രീസിങ് ദേ ആർ ആഡഡ് ടു ദ സെയിം ഷെൽ അല്ലേ. പ്രിൻസിപ്പൽ ഷെല്ല് മാറുന്നില്ല ഒരേ പീരീഡിലാവുമ്പോൾ. അപ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും ന്യൂക്ലിയസ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് അതൊന്ന് ടിക്ക് ചെയ്യാമോ? ന്യൂക്ലിയർ ചാർജ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പെൻസിലോ എന്തെങ്കിലും വെച്ച് ടിക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്താൽ മതി. ഇനി അറ്റോമിക് സൈസ് എങ്ങനെയാണ് പിള്ളേരെ? ഡൗൺ എ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും, അലോങ് എ പീരീഡ് ഡിക്രീസ് ചെയ്യും. അതല്ലേ അവരും പറഞ്ഞിട്ടുള്ളത്. അയണൈസേഷൻ എൻതാൽപ്പി എന്ത് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്, താഴേക്ക് വരും തോറും ഇറ്റ് ഡിക്രീസസ് അലോങ് എ പീരീഡ്. സൈസ് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ സെയിം ഷെൽ. അങ്ങ് അറ്റത്ത് കിടക്കുന്ന നോൺ മെറ്റലിന്റെ ഇലക്ട്രോണിനെ കളയാനായിട്ട് ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് അവരെ നോൺ മെറ്റൽസ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒക്കെ ആയിട്ടുള്ള എന്താ ഇലക്ട്രോ പോസിറ്റിവിറ്റി? ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. കണ്ടോ, രണ്ടും ഡിക്രീസ് അല്ലേ ചെയ്യുന്നത് താഴേക്ക് വരും തോറും. കാരണം എന്താ, സൈസ് വലുതാ. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇലക്ട്രോ പോസിറ്റിവിറ്റി താഴേക്ക് വരുമ്പോൾ കൂടുമെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താഴേക്ക് വരുമ്പോൾ കുറയുക. ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത്. അപ്പോൾ നമുക്ക് എല്ലാം പെറുക്കി പഠിക്കേണ്ട ആവശ്യമില്ല. സ്ക്രീനിങ് ഇഫക്റ്റ് എന്താ? സ്ക്രീനിങ് ഇഫക്റ്റ് ഞാനിപ്പോൾ പറഞ്ഞു, ഇവിടെ പിള്ളേർ ഇങ്ങനെ നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ബെഞ്ചിലെ അവസ്ഥേനെയാണ് സ്ക്രീനിങ്. അവർ കുറച്ച് സേഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യും അല്ലേ. നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുറകിലത്ത് പോയിട്ടിരിക്കാനാണ് കുറച്ചൊരു ടെൻഡൻസി കൂടുതലുള്ളത്, അറിയാത്ത സ്ഥലത്താണെങ്കിൽ പ്രത്യേകിച്ചും. ബിക്കോസ് ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ നമ്മളിങ്ങനെ സ്ക്രീൻ ചെയ്തിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ, അതിനെയാണ് സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഓക്സിഡൈസിങ് നേച്ചർ എന്താ? വേറൊരാളെ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വി ആർ ദ ഓക്സിഡൈസിങ് ഏജൻസ്. അതാണ് ഓക്സിഡൈസിങ് നേച്ചർ, റെഡ്യൂസിങ് നേച്ചർ. അത് നമുക്ക് വഴിയെ നോക്കാം. കണ്ടോ, ഇലക്ട്രോ പോസിറ്റിവിറ്റി താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും. മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. മെറ്റാലിക് ക്യാരക്ടർ ഇത് തന്നെ സംഭവം, മെറ്റലാവുന്ന ഒരു സ്വഭാവം. താഴേക്ക് വരുന്തോറും എന്താ, ഇലക്ട്രോണിനെ പെട്ടെന്ന് ലൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴേക്ക് വരുന്തോറും പെട്ടെന്ന് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഷെല്ലിലേക്ക് വരുമ്പോൾ 7s1 നിന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ ഇറ്റ് ഈസ് ഈസി കമ്പയർഡ് ടു ദാറ്റ് 3s1 അല്ലെങ്കിൽ 2s1. കാരണം എന്താ, 3 എന്നൊക്കെ പറയുമ്പം അടുത്ത് കിടക്കുന്നതല്ലേ, 7 എന്ന് പറയുമ്പോൾ അങ്ങ് കിടക്കുന്നതല്ലേ. അപ്പോൾ ഇലക്ട്രോണിന് ആ ഒരു ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താ, കുറച്ച് ആ സ്ക്രീനിങ് ഇഫക്റ്റ് ഒക്കെ കാരണം ഇൻഫ്ലുവൻസ് ഇച്ചിരി കുറവായിരിക്കും. ന്യൂക്ലിയർ ചാർജ് കോൺസ്റ്റന്റ് ആണെങ്കിലും അതിലേക്ക് കിട്ടുന്നത് ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദാറ്റ് ടു എസ്കേപ്പ്. അതിനെയാണ് മെറ്റാലിക് ക്യാരക്ടർ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും താഴേക്ക് വരുമ്പോഴത്തേക്കും അയാളുടെ ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വേഗം കൂടുന്നതുകൊണ്ട് മെറ്റാലിക് ക്യാരക്ടറും കൂടും. അതേസമയം നോൺ മെറ്റാലിക് ക്യാരക്ടർ തിരിച്ചായിരിക്കും. അയാൾക്ക് ന്യൂക്ലിയസിൻ്റെ ഹെൽപ്പൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അയാൾക്ക് വേറൊരു ഇലക്ട്രോണിനെ എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇതിൻ്റെ ഓപ്പോസിറ്റ്. അത് ഞാൻ പറഞ്ഞാൽ സെയിം ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അതിപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ ഇവരെ വെച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നോൺ മെറ്റാലിക് ക്യാരക്ടറും നമുക്ക് ഹാലോജൻസിനെ വെച്ച് പറയാം. ഹാലോജൻസ് ആരാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. അപ്പോൾ അവരുടെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരണേ? അവരെവിടെയാണ് നിങ്ങളുടെ പീരിയോഡിക് ടേബിളിൽ? ഗ്രൂപ്പ് 17 നോക്കിയേ, ഗ്രൂപ്പ് 17 അല്ലേ? നമ്മുടെ ഏറ്റവും അറ്റത്തിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർ, ഇനേർട്ട് ഗ്യാസസിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർ അല്ലേ? ആരൊക്കെയാ അത്? ഗ്രൂപ്പ് 17. ഫ്ലൂറിൻ എത്ര അറ്റോമിക് നമ്പർ? ക്ലോറിൻ എത്ര അറ്റോമിക് നമ്പർ? അടുത്ത ആളാരാ? എത്ര വരും അറ്റോമിക് നമ്പർ? അടുത്തത് 50. ഇനി കോൺഫിഗറേഷൻ എങ്ങനെയാ? 1s2, 2s2, 2p എത്ര വരും? 5 വരും. അടുത്ത ആളുടെ ക്ലോറിൻ വരുമ്പോൾ 3p5 വരും. അടുത്ത ആള് 4p5 വരും. അടുത്ത ആള്
5p5 വരും. നമ്മൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ എല്ലാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കാര്യം അറിഞ്ഞാൽ പോരെ. നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനത്തെ വരുന്നുണ്ട്, അടുത്ത ആളുടെ കോൺഫിഗറേഷൻ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാം നിരത്തി പിടിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യം കവർ ചെയ്യുക, കുറച്ച് സമയം കൊണ്ട് വേഗം ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മുടെ മറ്റേ തിയറി പേപ്പറിലാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ടല്ല എഴുതും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെങ്ങനെ ആൻസറിലേക്ക് എത്തിയെന്ന് അവർ ചോദിക്കുന്നില്ല, കറക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്നാണോ നോക്കുന്നത്. അപ്പം ഇത് ഈ ഒരു കാര്യത്തിലല്ലേ എല്ലാ ഗ്രൂപ്പിലും അല്ലേ ഏറ്റവും ടോപ്പിലുള്ള ആളുടെ കൂടെ എന്ത് ചെയ്താൽ മതി, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓരോന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ആൾക്കാരുടെ കോൺഫിഗറേഷനായി. ഓക്കെ, അപ്പോൾ ഇവന്മാർക്ക് എന്താ വേണ്ടത്, ഒരു ഇലക്ട്രോണും കൂടെ വേണം അല്ലേ. P6 ആവുമ്പോഴാണ് അവർ സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ P6 ആവാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എനർജീസ് അല്ലെങ്കിൽ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ദം ആർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ആരുണ്ടെങ്കിലും ഫ്ലൂറിനെ വെല്ലാനായിട്ട് പറ്റത്തില്ല, കാരണം സ്മോൾ ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ന്യൂക്ലിയർ ചാർജ് ഉള്ളത്. അടുത്ത ഷെല്ലുകളിലേക്ക് പോകുമ്പോൾ ഇച്ചിരി വലുതാവുമല്ലേ ആറ്റം. അപ്പോൾ എന്ത് പറ്റും, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവർക്ക് കിട്ടുന്നത് സ്ക്രീനിങ് കാരണം കുറഞ്ഞുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3p5 ആണെന്ന് പറഞ്ഞു അല്ലേ, അതെങ്ങനെയാണ് 1s2 2s2 2p6 3s2 3p5 അല്ലേ. അപ്പോൾ നോക്കിയേ, ഫ്ലൂറിന് 2p5ന് ഇവരുടെ സ്ക്രീനിങ് ഇഫക്റ്റേ കിട്ടുന്നുള്ളൂ. പക്ഷേ ക്ലോറിന് ആരുടെയൊക്കെയാ ഇത്രയും ഇലക്ട്രോൺസ് വന്നു അല്ലേ. അപ്പോൾ കുറച്ചും കൂടെ സ്ക്രീനിങ് ആയി, മനസ്സിലായോ. അവരെ കഴിഞ്ഞിട്ട് വേണം ഇലക്ട്രോണിന് ആ ഒരു ഇഫക്റ്റ് കിട്ടാനായിട്ട് ന്യൂക്ലിയസിൻ്റെ. അപ്പോൾ എന്ത് പറ്റും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ വലിച്ച് പിടിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കുറയും. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ വലിച്ചെടുക്കാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ആ ടേംസ്. അപ്പോൾ അത് വെച്ചിട്ട് ആ ട്രെൻഡ് ഒന്ന് നോക്കൂ. കണ്ടോ, മേളിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, സ്ക്രീനിങ് ഇഫക്റ്റ്. ആ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ അവിടെ നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് വന്നെങ്കിൽ എന്ത് പറ്റും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ കോവലന്റ് ക്യാരക്ടർ ഓഫ് ഹാലൈഡ്സ് താഴേക്ക് വരുംതോറും ഡിക്രീസ് ചെയ്യും, അലോങ് ആ പീരീഡ് ഇൻക്രീസ് ചെയ്യും. താഴേക്ക് വരുംതോറും ഡിക്രീസ് ചെയ്യുന്നത് ഇതെല്ലാത്തിൻ്റെ റീസൺ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നതിനെ വെച്ചിട്ടാണ്. കാരണം ന്യൂക്ലിയർ ചാർജ് ആണ് ഇതിനെല്ലാത്തിനും ഒരു റീസൺ ആവുന്നത്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ പ്രോപ്പർട്ടി ഒക്കെ എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബേസിക് ക്യാരക്ടർ, വാലൻസി വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ. വാലൻസി അങ്ങനെ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് മാറുന്നില്ല. ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് എന്ത് തന്നെയായിരിക്കും, ഒരേ വാലൻസി ആയിരിക്കും. പീരീഡിലാവുമ്പോൾ എന്ത് പറ്റും, പതുക്കെ പതുക്കെ കൂടും, പിന്നെ അത് കുറയും. സോ അത്രയും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും വരുന്നതാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യന് നേരെ എഴുതാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാമോ? ക്വസ്റ്റ്യൻ എഴുതണ്ട, ഓപ്ഷൻസ് ഒന്ന് കോപ്പി ചെയ്യാമോ? Question is, what is the correct order of decreasing first ionization enthalpies? Decreasing first ionization enthalpies. What is the correct order of decreasing first ionization enthalpies? Options ഞാനും എഴുതുവാണ്. ഓപ്ഷൻ എ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. ഓപ്ഷൻ ബി കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. സി ഫ്ലൂറിൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ. ഡി ഫ്ലൂറിൻ, നൈട്രജൻ, കാർബൺ, ഓക്സിജൻ. എഴുതിയല്ലേ? ഏതൊരു ആൻസർ എന്താ ചോദിച്ചിരിക്കണേ? ക്വസ്റ്റ്യൻ എന്താ? ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഡിക്രീസിങ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഇലക്ട്രോണിനെ കളയാനായിട്ടുള്ള ടെൻഡൻസി. ഇവരെല്ലാവരും മെറ്റലാണോ നോൺ മെറ്റലാണോ? ഫ്ലൂറിൻ എന്താ?
നോൺ മെറ്റൽ. നൈട്രജൻ എന്താ? നോൺ മെറ്റലാ, ഗ്യാസ് ആണ്. പി ബ്ലോക്കിൽ കിടക്കുന്ന ആൾക്കാർ എന്തായിരിക്കും? ഒന്നുകിൽ മെറ്റലോയിഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ആയിരിക്കും. ഇവന്മാരൊന്നും എസ്സിലില്ല, നിങ്ങൾ കണ്ട മെറ്റൽസിലില്ല. അപ്പോൾ ഫ്ലൂറിൻ എന്താ? മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആണ്. അപ്പോൾ എങ്ങനെ വന്നാലും ഇയാളല്ല ഓപ്ഷൻ, കാരണം ഫ്ലൂറിനാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. ഇനി ഫ്ലൂറിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വരും അറിയാമോ? എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടോ? നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ആണോ? ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം അല്ലേ? അതിന് അറ്റോമിക് നമ്പർ അറിയണം. കുറച്ച് പേരെ പഠിച്ചേ പറ്റുള്ളൂ. എത്ര പേരെ അറിയാം? നിങ്ങൾ ഡി ബ്ലോക്ക് ഒക്കെ പഠിച്ച ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 30 വരെ അറിയുണ്ടാവുമല്ലോ. സിങ്ക് വരെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാടോ? നൈട്രജൻ 8 ആണോ? ഓക്സിജൻ, കാർബൺ 12 അത് മാസ് ഇല്ല, 12 ഉണ്ട്. കാർബൺ 12 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികം. ഓക്കെ, നിങ്ങൾ തെറ്റിപ്പോയെന്ന് വെച്ചിട്ട് ഇനി പറയാണ്ടിരിക്കരുത് കേട്ടോ, പറയൂ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കാർബൺ എങ്ങനെ എഴുതാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2p. ഓക്കെ, ഫ്ലൂറിൻ ഓക്കെ, നൈട്രോജൻ, p എത്ര വരും അല്ലേ? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ പോരെ. ഓക്സിജൻ 2p. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോണിനെ കളയേണ്ടത് എവിടെന്നാ? ഈ ലാസ്റ്റ് ഷെല്ലിൽ നിന്നാ അല്ലേ? ഇവന്മാരെല്ലാവരും 2pക്കാരാണ്. ഓക്കെ, ഇനി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റെബിലിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാ സ്റ്റേബിൾ എന്ന് പറഞ്ഞത്? ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും. ഓക്കെ, അപ്പം ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ആളാരാ ഉള്ളത്? നൈട്രജൻ ഹാഫ് ഫിൽഡ് ആണ്. കാരണം നമുക്കറിയാം P-ൽ 6 ഫുള്ളി ഫിൽഡ്, P-ൽ 3 ആണെങ്കിൽ ഹാഫ് ഫിൽഡ് ആണ് അല്ലേ? അപ്പോൾ P ഇതാണ്. പിന്നെ ഫ്ലൂറിന്റെ പ്രത്യേകത നോക്കൂ, ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയ അവന്മാർ സ്റ്റേബിളാ. അപ്പോൾ അവർ ഇലക്ട്രോണെ കളയാൻ നോക്കുമോ? ഇല്ല. ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപി ഈസ് ഓൾവേസ് ഹയർ ഫോർ ആര്? ഫ്ലൂറിൻ. അപ്പോൾ തന്നെ നിങ്ങളുടെ ആൻസർ ആവുമല്ലോ. വരുന്നുണ്ടോ? ഇല്ല. ദേ ഫ്ലൂറിൻ കഴിഞ്ഞ ആർക്കായിരുന്നു വരേണ്ടത്? നൈട്രജൻ അല്ലേ? അപ്പോൾ ഇയാൾ തെറ്റിപ്പോയി. പിന്നെ ഫ്ലൂറിൻ പിന്നെ ഫ്ലൂറിൻ നൈട്രജൻ കഴിഞ്ഞ ആര് വരും? ഓക്സിജൻ അല്ലേ വരിക? ഓക്സിജൻ അല്ലേ ഇലക്ട്രോണിനെ കളയാം. കാരണം ഇവർക്ക് കാർബണിന് 2p2 ആണ്. അപ്പോൾ ഒന്ന് നിർബന്ധിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ കളയാൻ ഈസിയാണ്. 2p4 എന്ന് പറയുമ്പോൾ ഹാഫും കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത്. അപ്പോൾ ഏത് വരും ആൻസർ? സി വരും. അതിലേക്ക് നിങ്ങൾക്ക് വേഗം എത്താനുള്ളൊരു എളുപ്പമാർഗം എന്ന് പറയുന്നത് ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആണ്, അറിയാം. നൈട്രജൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക കേട്ടോ, ഹാഫ് ഫിൽഡ് ആണ്. ആ ഫസ്റ്റ് പീരീഡിൽ ഫ്ലൂറിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഡ്യൂ ടു ഇറ്റ്സ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്റ്റേബിൾ ആണ്. അപ്പം ഭയങ്കര പാടാണ് ഇലക്ട്രോണിനെ കളയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കാർബണിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. കാർബണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഓർഗാനിക് കെമിസ്ട്രി ത്രൂ ഔട്ട് പഠിച്ച ആൾക്കാരാണ്. കാർബൺ ഓൾവേസ് ഹാവ് ദ ടെൻഡൻസി ടു ഷെയർ ഇറ്റ്സ് ഇലക്ട്രോൺ. ബാലൻസി 4 ആണ്. പക്ഷേ അത് എസ്സിലും പിയിലുമായിട്ട് കിടക്കുന്നതുകൊണ്ട് കമ്പയർഡ് ടു ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവാണ്, മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ആര്? കാർബണ. അപ്പം ബുദ്ധിമുട്ടാണ് ഇലക്ട്രോണിനെ കളയാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കൂ. ഇൻ ജനറൽ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് സക്സസീവ് അയണൈസേഷൻ എൻതാൽപ്പീസ്? കണ്ടോ? എന്ത് വരും? അയണൈസേഷൻ എൻതാൽപ്പി, അതായത് അയണൈസേഷൻ എൻതാൽപ്പി 1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള അയണൈസേഷൻ എൻതാൽപ്പി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ?
രണ്ടാമത്തെ ഇലക്ട്രോണിനെ, രണ്ടാമത്തെ കഴിഞ്ഞിട്ട് ഇപ്പൊ അലൂമിനിയത്തിന് 3+ അല്ലേ. അപ്പൊ മൂന്നാമത്തെ ഇലക്ട്രോണിനെ പോകുമ്പോൾ അയാളുടെ അയണൈസേഷൻ എന്താൽപ്പിയാണ് എന്ത്? തേർഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ അതിൽ ഏതാ ഇൻക്രീസിങ് ഓർഡർ എന്താന്ന്? തേർഡ് അയണൈസേഷൻ എന്താൽപ്പി ആണ് കേട്ടോ ഏറ്റവും ഹയർ വരുന്നത്. അങ്ങനെയാണ് അയണൈസേഷൻ എന്താൽപ്പി കൂടി വരുന്നത്. ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി വേണ്ടതാണ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. ഏത് ഒരു ഓപ്ഷൻ? ബിയോ? ബിയിലെ അയണൈസേഷൻ എന്താൽപ്പി 1 അല്ലേ? ഏത്? എ വരും ആൻസർ. തേർഡ് അയണൈസേഷൻ എന്താൽപ്പി മോറാണ്. നിങ്ങൾ ഗ്രേറ്റർ ദാനും ലെസ് ദാൻ്റെയും സിമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ കേട്ടോ. ശരിയാ, ഓർഡർ അനുസരിച്ച് 1, 2, 3 അതാ കിടക്കുന്നത്. പക്ഷെ ആ നൊട്ടേഷൻ പോയേക്കുന്ന കണ്ടോ ടുവേർഡ്സ് എങ്ങോട്ടാ? ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയിലേക്കല്ല, തെറ്റിപ്പോവും. നമ്മൾ അത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൻസർ നെഗറ്റീവ് ആവുന്നത്. നമ്മൾ കീ വരുമ്പോഴായിരിക്കും പറഞ്ഞത് അയ്യോ അതെങ്ങനെയാണ് ഞാൻ കറക്റ്റ് ആയിട്ടാണല്ലോ ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സും അത് ഒരാൾക്കല്ല, അത് എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഓൾവേസ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ. പിന്നെ അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പിനെ പറ്റിയിട്ട് ചെറിയൊരു നോട്ട് പോലെ നിങ്ങൾ ആ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ എഴുതിയെടുത്തായിരുന്നോ? ഒന്ന് എഴുതിയെടുക്കാമോ? അയണൈസേഷൻ എന്താൽപ്പി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയാൽ മതി. അയണൈസേഷൻ എന്താൽപ്പി ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് എഴുതണേ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അയണൈസേഷൻ എന്താൽപ്പി ഇതാണ് അയണൈസേഷൻ എന്താൽപ്പിനെ ഡിനോട്ട് ചെയ്യണത്. അയണൈസേഷൻ എന്താൽപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് സൈസ് ഓഫ് ആറ്റം. സൈസ് ഓഫ് ആറ്റം ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എന്താൽപ്പി കുറഞ്ഞുകൊണ്ടിരിക്കും. ന്യൂക്ലിയർ ചാർജ് ന്യൂക്ലിയസ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ അയണൈസേഷൻ എന്താൽപ്പി കൂടുതലായിരിക്കും. പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. സ്ക്രീനിങ് എഫക്റ്റ്, കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് കൂടുന്തോറും അയണൈസേഷൻ എന്താൽപ്പിയും കുറഞ്ഞുകൊണ്ടിരിക്കും. വേഗം കാര്യം മനസ്സിലാക്കിയിട്ട് എഴുതൂ കേട്ടോ. അയണൈസേഷൻ എന്താൽപ്പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയർ ചാർജ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇൻവേഴ്സ്ലി ആണ്. സൈസ് കൂടുമ്പോഴും സ്ക്രീനിങ് എഫക്റ്റ് കൂടുമ്പോഴും അയണൈസേഷൻ എന്താൽപ്പി കുറച്ചു മതി, പെട്ടെന്ന് ഇലക്ട്രോൺ പൊക്കോളും. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? അയണൈസേഷൻ എന്താൽപ്പി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് നോക്കൂ. അസേർഷൻ റീസൺ ആണ്. കണ്ടോ? അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് നെഗറ്റീവ്. റീസൺ, എനർജി ഈസ് ഓൾവേസ് അബ്സോർബ് വെൻ ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ്. ഓക്കെ. ഇനി റീസണിങ് വന്നിരിക്കുന്നത് അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതുപോലെ അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, പക്ഷേ റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അസേർഷൻ ഈസ് കറക്റ്റ് പക്ഷേ റീസൺ ഇസ് റോങ്. അസേർഷൻ ഇസ് റോങ് പക്ഷേ റീസൺ ഇസ് കറക്റ്റ് എന്ന്. ഏതാ വരിക? അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണോ? അല്ല, പോസിറ്റീവ്. അപ്പം എന്തു പറ്റി? അസേർഷൻ റോങ് ആണ് അല്ലേ? അസേർഷൻ റോങ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡിയിലും വരുന്നുണ്ട്. ഡിയിൽ മാത്രമേ അസേർഷൻ ഇൻകറക്റ്റ് വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ റീസണിങ് ശരിയാണോ?
എന്താ റീസണിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആൻസറിലേക്ക് എത്തി. എങ്കിലും എനർജി ഈസ് ഓൾവേസ് അബ്സോർബ്ഡ്. അതെ, എനർജി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് എന്താവുന്നത്, അയനൈസേഷൻ എനർജി പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ റീസൺ കറക്റ്റ് ആണ്, പക്ഷേ അസേർഷൻ റോങ് ആണ്. ആൻഡ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ? മനസ്സിലായോ അത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് question number 14. The third ionization enthalpy is highest in. Third ionization enthalpy is highest in. അതിൽ ആ ഓപ്ഷൻ ഡി നിക്കോജൻസ് ആണ്. ടോ ഇല്ല, സി ടി ഇല്ല, PNICOGENS നിക്കോജൻസ്. ഈ ഹാലജൻ, കാൽക്കജൻ, നിക്കോജൻ ഒക്കെ എവിടെയുള്ള ആൾക്കാരാ? പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ആൽക്കലി മെറ്റലിന്റെ പ്രത്യേകത എന്തായിരുന്നു? S1 ആണല്ലേ. മറ്റേ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് S2 ആണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഇവർക്ക് ഇച്ചിരി കുറവായിരിക്കും. കാരണം പിന്നെ അവർ പോകുന്നത് നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷനിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഇവർക്ക് കുറവായിരിക്കും, പക്ഷേ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ കമ്പാരബിളി കുറവായിരിക്കും. കാരണം ആ രണ്ടാമത്തെ ഇലക്ട്രോണിനെ കളയുക, സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്നുള്ളത് ബ്രേക്ക് ചെയ്യാനാണ് ഡിഫിക്കൽട്ട് ടാസ്ക്. ഇനി S2 ആവുമ്പോഴോ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി കുഴപ്പമില്ല, ഇച്ചിരി ഹയർ ആയിരിക്കും. എങ്കിലും പിന്നെ എന്ത് വരും? സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി അതും വലിയ കുഴപ്പമില്ല. പക്ഷേ മൂന്നാമത്തെ ഇലക്ട്രോണിനെ കളയുക മീൻസ് എന്താ? സ്റ്റേബിൾ ആയിട്ടുള്ളത് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റും? അയനൈസേഷൻ എൻതാൽപ്പി 3 ഇവന്മാർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പിന്നെ നിക്കോജൻ, കാൽക്കോജൻ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൈസ് അവർക്ക് പൊതുവേ എന്തായിരിക്കും? അയനൈസേഷൻ എൻതാൽപ്പി ഇച്ചിരി ഹൈ ആണ്. അപ്പോൾ P3 എന്ന് പറയുന്ന നൈട്രജൻ ഫാമിലിയുടെ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും ഹയർ. സെക്കൻഡും തേർഡും അത്രയും വരില്ല. നിങ്ങളിപ്പോൾ നൈട്രജൻ്റെ കേസ് എക്സാമ്പിൾ കണ്ടതാണ്. ഓക്കെ. പിന്നെ ഓക്സിജൻ ഫാമിലി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കും കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു വന്നത്? 1s2 2s2 2p4 വരും അല്ലേ? അപ്പോൾ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി കഴിഞ്ഞാൽ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും ഇത്തിരി ഹയർ വരുന്നത്. അപ്പോൾ തേർഡ് അയനൈസേഷൻ എൻതാൽപ്പി ഹയർ വരുന്ന ആൾക്കാർ ആരാണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ബിക്കോസ് ആദ്യത്തെ 2 ഇലക്ട്രോണിനെ കളയാൻ വലിയ ബുദ്ധിമുട്ടില്ല, മൂന്നാമത്തെ ഇലക്ട്രോണിനെ കളയാനാണ് ബുദ്ധിമുട്ട്. ബിക്കോസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ടു ബി ലോസ്റ്റ് ഫ്രം ദ സ്റ്റേബിൾ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ. ക്ലിയർ ആയോ? സോ ദ ഓപ്ഷൻ ഇസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. Question number 3 ആൻസർ നിങ്ങൾ തന്നെ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഇസ് 1s2 2s2 2p6 3s2 3p3. ഓക്കെ ആണല്ലോ അത്രയും? വാട്ട് ഇസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ് വിച്ച് ഇസ് ജസ്റ്റ് ബിലോ ദ ഗിവൺ എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? അടുത്ത കോൺഫിഗറേഷൻ എങ്ങനെ വരും പിള്ളേരെ? താഴെ കിടക്കുന്ന ആളുടെ അറ്റോമിക് നമ്പറാണ് ചോദിച്ചേക്കണേ. അറ്റോമിക് നമ്പർ അറിയാൻ ഈ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്താൽ മതിയല്ലോ. താഴെ കിടക്കുന്ന ആളുടെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? ഞാൻ നേരത്തെ എഴുതിയായിരുന്നല്ലോ. ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങനെ വരും? 4p3. അപ്പോൾ 4p3 വരെ ഉള്ളതൊന്ന് ഫില്ല് ചെയ്തേ. ഓൾറെഡി ഇവിടെ 3p3 തന്നിട്ടുണ്ട്, അതിനെ 3p6 ആക്കണം, 4s2 ആക്കണം, അടുത്തത് 4p3 ആക്കണം. എത്ര വരും നോക്കിയേ? കോൺഫിഗറേഷൻ ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ എഴുതൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 തന്നിട്ടുള്ള ആളുടെ അറ്റോമിക് നമ്പർ എത്രയാ? പറഞ്ഞു 15. ആ, 2 രീതിയിൽ നമുക്കിതിനെ കാണാം. ചെയ്തു. 1s2 2s2 2p6 3s2 3p6 4s2 4p3. ടോട്ടൽ ഓഫ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക, അതാണ് നിങ്ങളുടെ അറ്റോമിക് നമ്പർ. ാ 15 5 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആളെ കിട്ടുമോ? മിനിമം ഒരു 18 വേണ്ടേ? എത്ര വരും? 33 വരും. 15 +
18 അല്ലേ? അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടില്ലേ? താഴത്തേലേക്ക് പോകുന്നത് നിങ്ങൾ മാജിക് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, 2, 8, 8, 18, 18, 32 എന്ന് പറഞ്ഞിട്ട്. അപ്പം അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് 18 ഇലക്ട്രോൺസ് കൂടിയിട്ടുണ്ടാവും. 33. 15 + 18 ചെയ്താലും കിട്ടും. കോൺഫിഗറേഷൻ എഴുതിയാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ? 4p3 അല്ലേ? അങ്ങനെയല്ലേ വരുള്ളൂ. 2p3, 3p3, 4p3, 5p3 അങ്ങനെ പോവും. ക്ലിയർ? ഇയാൾ ഏത് ഫാമിലിയാണ് P3 കോൺഫിഗറേഷൻ വേണ്ടത്? നമ്മൾ എഴുതിയായിരുന്നു നൈട്രോജൻ്റെ ഫാമിലി അല്ലേ? P3 ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ അല്ലേ? നൈട്രജൻ്റെ താഴെ വരുന്ന ആൾക്കാരാണ്. നോക്കി പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് ആരൊക്കെയാണെന്ന് 33 എവിടെയാണ് വരുന്നതെന്ന് നോക്കും. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. കണ്ടോ? അതിൽ ആരെയും ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചേ? ആർസെനിക്. ഓക്കെ. ഫോസ്ഫറസ് ആയിരുന്നു എന്ത്? 3p3 വന്നത്. അതിൻ്റെ മേളിലുള്ളത് ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതിയായിരുന്നു? 2p3 ചെയ്താൽ മതിയായിരുന്നു. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞില്ലേ 2, 8, 8, 18 നോക്കിയാലും കിട്ടും. ഒരു 7, 8 കുറച്ച് കഴിഞ്ഞാൽ മേളിൽ കിടക്കുന്ന ആളെ കിട്ടും. 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ആളെ കിട്ടും. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക്. ഓരോ ബ്ലോക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് നോക്കൂ. പാർട്ട് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഷോയിങ് പി ബ്ലോക്ക് ഇസ് ഡെപിക്റ്റഡ് ഇൻ ദ ഗിവൺ ഫിഗർ. അതെ, 13 to 18 എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എന്താണ്? പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഓക്കെ. വാട്ട് ആർ ദ എലമെന്റ്സ് ഷോൺ ഇൻ ദ സിഗ്സാഗ്? അതായത് അവർ എക്സ്ക്ലൂസീവ്ലി മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള ആൾക്കാരെ കാണിച്ചിട്ടാണ്. ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി എലമെന്റ് ഔട്ട്സൈഡ് ദിസ് ബൗണ്ടറി ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ടേബിൾ എന്ന്. പി ബ്ലോക്ക് വരുമ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് വരുമോ? ഇല്ല, ആ ഓപ്ഷൻ പോയി. മെറ്റൽസ് വരുമോ? ഇല്ല, മെറ്റൽസ് എല്ലാം എസ് ബ്ലോക്കിലും എസ് ബ്ലോക്കിലും ട്രാൻസിഷൻ എലമെന്റ്സിലും ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സി വരത്തില്ല. പിന്നെ ബി അല്ലെങ്കിൽ ഡി ആണ്. ബി നമുക്ക് അറിയാം മെറ്റലോയിഡ്സ് ആണ് എന്ന് അല്ലേ? നോക്കിയേ, നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയേ. മെറ്റലോയിഡ്സ് കണ്ടോ? സിക്സാഗ് മാനറിൽ ആരൊക്കെയായിരുന്നു അത്? ബോറോൺ, സിലിക്കൺ, ജർമേനിയം, ആർസെനിക്, ആന്റിമണി, ടെല്ലൂറിയം, പൊളോണിയം, അസ്റ്റാറ്റിൻ. ഓക്കെ. കണ്ടോ മെറ്റലോയിഡ്സിനെ? അപ്പം നിങ്ങൾ ഏത് ഓപ്ഷൻ സി ചൂസ് ചെയ്യുക, ബി ചൂസ് ചെയ്യുക. അതിനുശേഷം വരുന്നവരെല്ലാവരും എന്ത് തന്നെയാണ്? നോൺ മെറ്റൽസ് ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ അതാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് ഓപ്ഷൻസും എഴുതിയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് മെറ്റലോയിഡ്സ് ആരാണെന്നുള്ളത് നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് കോപ്പി ഡൗൺ ചെയ്യും. മെറ്റലോയിഡ്സ് അറ്റോമിക് നമ്പറും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ബോറോൺ 5 സിമ്പിൾ എഴുതിയാൽ മതി. മെറ്റലോയിഡ്സ് ബോറോൺ atomic number 5, silicon 14, germanium 32, arsenic 33. നൈട്രജൻ ഇപ്പം നമ്മൾ ഹാലോജൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? നേരത്തെ കാലോജനും നിക്കോജനും സ്പെല്ലിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അവരുടെ ഏതാ ഫാമിലി എന്നറിയാമോ? അത് ഞാൻ ചോദിച്ചില്ല. നൈട്രജനും ഓക്സിജൻ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നൈട്രോജൻ ഫാമിലീനെ എന്താ വിളിക്കുക? നൈട്രോജൻ ഫാമിലി ഏതാ നിങ്ങളുടെ പീരിയോഡിക് ടേബിളിലൊന്ന് നോക്കിയേ. 15 ആണല്ലേ? അല്ലേ? അവരാണ് നിക്കോജൻസ്. 16 ആണ് ഓക്സിജന്റെ ഫാമിലി. അതായത് ഹാലജന്റെയും നിക്കോജൻസിന്റെയും ഇടയ്ക്ക് കിടക്കുന്ന ആൾക്കാരാണ് കാൽക്കജൻസ്. അതുപോലെ നിങ്ങളുടെ ട്രാൻസിഷൻ എലമെന്റിൽ കോപ്പർ, സിൽവർ, ഗോൾഡ് ഇല്ലേ? ഗ്രൂപ്പ് 11 അവരാണ് കോയിനേജ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇവർ ഹാലോജൻസ്.
ഇവർ നിക്കോജൻസ്, ഇവർ കാൽക്കജൻസ്. ഇവർ കണ്ടോ കോപ്പർ ഓർത്താൽ മതി, അത് ആദ്യത്തെ കാലങ്ങളിൽ അതല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കോയിനേജ് മെറ്റൽസ് കേട്ടോ. ഇത് ആൽക്കലി മെറ്റൽ, ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, ഇവർ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പിന്നെ അത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും എടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. എഴുതിയില്ലേ അത്? Question number 7. Match the atomic numbers given in column 1 with the block in the element in which the element is placed in column 2 and mark the appropriate choices. ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്, പറയട്ടെ. ഏറ്റവും ചെറിയ അറ്റോമിക് നമ്പർ ഏതാ? ഒന്ന് കോൺഫിഗറേഷൻ എഴുതൂ, എന്നിട്ട് അതിൽ മാച്ചായിട്ട് ആൻസർ ഏതെങ്കിലും ഓപ്ഷൻസിൽ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. അറ്റോമിക് നമ്പർ 47 ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിച്ചതാ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ഓഫ് ബോ പ്രിൻസിപ്പിളിന് ആ ഒരു ഫിഗർ ഒരെണ്ണം വരച്ചിട്ടേക്കുക സൈഡിൽ, അതിലങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നോക്കിയിരിക്കണ്ട, ചെയ്തോ. വൺ എസിൽ 2 ഇലക്ട്രോണിനെ ഇട്ട് കൊടുക്കുക, 2 ഫില്ലായി കഴിയുമ്പോൾ 2s അടുത്ത ഇലക്ട്രോണിനെ വിടുക, അവിടെയും ഫില്ലായി 4 കഴിഞ്ഞെങ്കിൽ 2p അടുത്തതിനെ കൊടുക്കുക, 3s കൊടുക്കുക. സ്ഥലം തീർന്നു പോയെങ്കിൽ നെക്സ്റ്റ് ഫില്ലിംഗ് കംസ് ടു 3p കഴിഞ്ഞിട്ടാണ് 4s കഴിഞ്ഞാൽ 3d, 4p കഴിഞ്ഞിട്ടാണ് 5s വരുന്നത്. അങ്ങനെ ഡയഗണൽസ് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ചെയ്യാനായിട്ട് പറ്റും. അറിയില്ലേ ഇത് വരയ്ക്കാനായിട്ട്? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അറിയാമോ ഇത്? അറിയോ? ഇവിടെ അറിയോ? ഫില്ല് ചെയ്തോ. 47 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുക, എന്നിട്ട് ഏതിലേക്കാണ് പോണേന്ന് പറ. എങ്ങനെ വരുന്നുണ്ട്? കിട്ടുന്നുണ്ടോ? ഇത് കിട്ടിയോ? എവിടെ എന്ത് പറ്റി? വരച്ചില്ലേ അത്? അത് വരയ്ക്കുക നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് വരും, അതുകൊണ്ടല്ലേ അത് വരയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക, അപ്പം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. (47) ഏത് ബ്ലോക്കിലേക്കാണ് കിട്ടുന്നതെന്ന് അത് നോക്കണ്ട, നിങ്ങൾ ഫില്ല് ചെയ്യുക. കൊള്ളാലോ. അല്ല, ഏത് വേണമെങ്കിൽ ഇതാവുമ്പോഴേ എളുപ്പമാണ് നിങ്ങൾക്ക്, പെട്ടെന്ന് അല്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ പെറുക്കി എഴുതേണ്ടി വരും. അതെങ്ങനെയാണ് ഞാൻ വരച്ചത്, അതുകൊണ്ടല്ലേ ഞാനത് വരയ്ക്കാൻ അറിയാമോ എന്ന് ചോദിച്ചത്. അതെങ്ങനെയായിരുന്നു? നേരെ താഴേക്ക് വരച്ചു, അപ്പോൾ തെറ്റില്ല. 1s, 2s, 3s, 4s, 5s. ഓക്കെ, സർക്കിൾ ചെയ്യാം, അതാണ് എളുപ്പം. 2s കഴിഞ്ഞിട്ട് 2p വരും അല്ലേ, 3s കഴിഞ്ഞിട്ട് 3p,
4p 3d അല്ലേ, 4d 5d 4f 5f എന്നിട്ട് ഡയഗണൽ വരച്ച് കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ തെറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റിപ്പോവും. ചരിച്ച് വരച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണിനൊരു അയ്യോ ഇതിങ്ങനെ ആയിരുന്നോ എന്ന് തോന്നും. പക്ഷേ എഴുതിക്കഴിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ 6s കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. 47 വരെ കിട്ടിയോ? 47 വരുമ്പോൾ നമ്മുടെ കോപ്പറിൻ്റെയൊക്കെ പോലത്തെ ഒരു കോൺഫിഗറേഷൻ വരും അല്ലേ. 4d 10 5s1 5s2 കഴിഞ്ഞിട്ടാണ് 4d വരുന്നത്. പക്ഷെ 4d 9 വരുന്നതുകൊണ്ട് അതിന് 5s1 4d 10 കൊടുക്കാം. എത്ര വന്നു? അറ്റോമിക് നമ്പർ 47. ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. 4d നമുക്ക് ആവശ്യമില്ലല്ലോ. ഡി എസ് ആണോ പി ആണോ ഡി ആണോ എഫ് ആണോ എന്നുള്ളതാ ക്വസ്റ്റ്യൻ. ഡി. ഇനി നെക്സ്റ്റ് അപ്പോൾ ഡി വരുന്നത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് തന്നിട്ടുള്ളതിൽ ബി ആണ് 47 അല്ലേ. ബി 1 വരുന്ന ഓപ്ഷൻ ഉണ്ടോ? 2 വരുന്നുണ്ടല്ലോ. എയും വരുന്നുണ്ട് ഡിയും വരുന്നുണ്ട്. ഇനി അതിലുള്ളൊരു വ്യത്യാസം നമുക്ക് ലാസ്റ്റ് വൺ അടുത്തത് 53 ആണല്ലേ. D2 ആണോ വരുന്നത് D3 ആണോ വരുന്നത് നോക്കിയിട്ട് നമുക്ക് ഓപ്ഷൻ എ ആണോ ബി ആണോ എ ആണോ ഡി ആണോ എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നോക്കിയേ 53 അല്ലേ. ഇനി ഫില്ലിങ് വലിയ ബുദ്ധിമുട്ടില്ല. എങ്ങനെ വരും? 5s2 വരും. 48 ആയി. ഇനി എത്ര ഇലക്ട്രോൺസും കൂടെ ബാക്കിയുണ്ട്? എത്ര ഇലക്ട്രോൺ കൂടെ ബാക്കിയുണ്ട്? 53 ആവുമ്പോൾ 53 അല്ലേ ഉള്ളത്. 47 പ്ലസ് എത്ര ഇലക്ട്രോണാ? 6 ഇലക്ട്രോൺസ് ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് പോവും. 5p5 അല്ലേ വരിക. ഏത് ബ്ലോക്കാ? പി ബ്ലോക്ക്. അപ്പോൾ 53 പി ബ്ലോക്ക്. അതായത് D2 വരുന്നത് ഏത് ഓപ്ഷനാ? A3 അല്ല B1ഉം വന്നം D2ഉം വന്നം. ഏത് വരും? ഫസ്റ്റ് ഓപ്ഷൻ. കണ്ടോ? മറ്റേ ഓപ്ഷൻസ് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു 2 ഓപ്ഷൻ നമുക്ക് വേഗം അല്ല എന്ന് പറയാൻ പറ്റും. പിന്നെ മറ്റേത് 2 ആണോന്ന് അറിയാൻ ഈ പറയുന്ന എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ നോക്കുക ഏതിലാണ് വ്യത്യാസമുള്ളത്. ആ വ്യത്യാസമുള്ളത് മാത്രം നിങ്ങൾ എടുത്ത് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? എല്ലാം എടുത്തെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സമയം പോകും. ഒന്നാമത്തെ ഈ ഫില്ലിംഗ് ഒക്കെ നമ്മളിങ്ങനെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യേണ്ടി വരും. എത്ര കൗണ്ട് ചെയ്താലും നമുക്കൊരു ടെൻഷനായിരിക്കും, അയ്യോ ഫില്ലിംഗ് കറക്റ്റ് ആയോ എന്നുള്ളത്. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ 1s2 2s2 എന്ന് എഴുതാണ്ട് ഈ ഫിഗർ വരച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ തെറ്റൂല. ഇത് വരയ്ക്കാൻ അറിയാലോ എല്ലാവർക്കും? ഒന്നും ചെയ്യാനില്ല. 1s 2s 3s 4s താഴെ എഴുതുക, സർക്കിൾ ചെയ്യുക. 2 തൊട്ടിട്ടാണ് പി വരുന്നത്. 2p 3p 4p 5p താഴേക്ക് എഴുതുക. എടോ ശ്രദ്ധിക്കടോ. ക്ലിയർ ആണോ? ഇത് 3d തൊട്ടിട്ടാണ് ഡി സ്റ്റാർട്ട് ചെയ്യണേ. 3d 4d 5d 6d താഴേക്ക് പോവുക. എന്നിട്ട് ഡയഗണൽ വരയ്ക്കുക. കാരണം പെട്ടെന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ ഇത് ചെരിഞ്ഞിരിക്കുന്ന ഫിഗറായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആക്ച്വലി ആ സർക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയഗണൽ വരയ്ക്കുമ്പോഴാണ് അതിനാ ഒരു ചെരിവ് വരുന്നത്. ക്ലിയർ ആണല്ലോ? കാരണം ആ ഫിഗർ ആ ആരോ കിടക്കുന്നതുകൊണ്ടേ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അല്ലെങ്കിൽ ഇച്ചിരി ഹയർ ഫില്ലിങ്ങിലേക്ക് പോകുമ്പോൾ എസ് ആണോ പി ആണോ ഡിയിലാണോ ഞാൻ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിന് എണ്ണി നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ എണ്ണ ഉണ്ടാവും. ഒറ്റ എഴുത്തിൽ പരിപാടി കഴിയും. നമുക്ക് എങ്ങനെയൊക്കെ ടൈം സേവ് ചെയ്യാമോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ അല്ലേ ബ്ലോക്കിൻ്റെ കാര്യം? again ബ്ലോക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 4. Which block of the periodic table contains element with the general electronic configuration n-2 f0 to 14 n-1 d0 to 2 ns2? ഏതാ? എഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്മാർ ഏത് ബ്ലോക്കാ? എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ നമുക്കൊന്ന് എഴുതും. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ത് വരും? ns1 to 2. പി ബ്ലോക്ക് ആണെങ്കിലോ എസിലും പിയിലും ഇലക്ട്രോൺ പോകണല്ലേ. ns2 ഫില്ലായതിന് ശേഷമാണ് എൻ പിയിൽ 1 മുതൽ 6 ആൾക്കാരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത 2 ബ്ലോക്സ് നിങ്ങൾ ആ ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അറിയണം എന്നുള്ളത്. ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ത് വരും? n-1. ഇപ്പൊ നമ്മൾ 4s ആണെങ്കിൽ 3dയിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യണേ അല്ലേ. അപ്പൊ n-1 d 1 മുതൽ 10 വരെ ഇരുത്താം. nsൽ 0 to 2. n is equal to 4 to 7 ആയിരിക്കണം.
കാരണം n-1 എന്ന് പറയുമ്പോൾ ഒരിക്കലും n3 ആവാൻ പാടില്ല, കാരണം 2d എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലല്ലോ. 4 - 1 എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ n 4 - 1 3d എന്നാണ് d ഓർബിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് f ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടല്ലേ, n-2 f12 അല്ല 0 to 14, n-1d 0 to 2, ns2. n എന്ന് പറയുന്നത് 6 to 7 ആയിരിക്കണം, കാരണം 5f എന്നാണ് f ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസിഫിക്കേഷനെയും പ്രോപ്പർട്ടീസിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് വർ ദ മെയിൻ ഡീമെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ? മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്? നമ്മൾ ആദ്യം ഒന്ന് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്താണെന്നൊന്ന് നിങ്ങൾ നോക്കി, ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ആൻസറിലേക്ക് വരാം. ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെയായിരുന്നു. ഒന്ന്, മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഐസോടോപ്സിന്, അതുപോലെ ഹൈഡ്രജൻ ഒരു പ്രോപ്പർ പൊസിഷനിൽ, ഇതൊക്കെ നമുക്ക് അറിയാം. നമ്മൾ ഓപ്ഷൻസിലേക്കും പോയിട്ടില്ല. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രീഫിങ്. എന്താണ് ഒന്ന്, മാസിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു? മെൻഡലീവ് പറഞ്ഞു. The physical and chemical properties of elements are periodic function of their atomic weight. If the elements are arranged in the increasing atomic weight, എന്ത് പറ്റും? കുറച്ച് സമയം കഴിയുമ്പോൾ ഒരേ സ്വഭാവമുള്ള ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? Are arranged in the order of their increasing atomic weight after a regular interval, elements with similar properties are repeated. The table is divided into a group period എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരായിരുന്നു? മെൻഡലീവ് ആയിരുന്നു. Vertical columns called groups and 7 horizontal rows called periods. He placed elements having similar nature in the same group with respect to atomic weight. At some places, the order of atomic weight was changed in order to justify the physical and അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നേച്ചർ പറയുന്നത് അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയപ്പോഴത്തേക്കും അറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്തില്ലെങ്കിലും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആകുമ്പോൾ പറയും ഒരു കാര്യം ചെയ്താൽ ഇവിടെ തന്നെ ഇരുന്നോളാൻ പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അത് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി സിമിലർ ആയതുകൊണ്ടാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഒന്നും പറയാനായിട്ട് പറ്റിയില്ല. Some places were left vacant for new elements which were not discovered. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം അല്ലേ? The basic object of classification is to arrange the facts regarding elements in such a way that we may have greatest control over their, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ക്യാരക്ടർ സ്റ്റഡി ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറ്റും. പിന്നെ ഇതിനെയാണ് നമ്മളൊരു പീരിയോഡിക് ടേബിൾ എന്നുള്ള രീതിയിൽ കണ്ടോ. ടാബുലർ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഇൻ വിച്ച് എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ ഗ്രൂപ്പ് ടുഗെദർ ഈസ് കോൾഡ് പീരിയോഡിക് ടേബിൾ. പക്ഷെ അവിടെയും ഡീമെറിറ്റ്സിനെ പറ്റി കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. എന്താണ്? ഹൈഡ്രജൻ ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ ഗ്രൂപ്പ് 1 ദോ ഇറ്റ് റിസംബിൾ ടു ഗ്രൂപ്പ് 7 ആസ് വെൽ. ഹൈഡ്രജൻ മെറ്റലാണോ നോൺ മെറ്റലാണോ? എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? ഹൈഡ്രജൻ നോൺ മെറ്റൽ ആണെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും പിള്ളേർ? അറ്റോമിക് നമ്പർ 1 1s1 വരും അല്ലേ? അപ്പൊ ഇയാളുടെ ഒരു പ്രത്യേകത എന്താ? ഇയാൾക്ക് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേബിൾ ആവും അല്ലേ? 1s2 എസ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. പക്ഷേ ഇയാൾക്ക് ഒരു ഇലക്ട്രോണിനെ കളയാനും പറ്റും. കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒട്ടും ഇലക്ട്രോൺസും ഇല്ല. അപ്പോൾ ഇയാൾക്ക് രണ്ടുപേരുടെയും സ്വഭാവം കാണിക്കുന്നുണ്ട്. പിന്നെ S1 എന്നുള്ള കോൺഫിഗറേഷൻ വന്നുകൊണ്ടാണ് എസ് ഗ്രൂപ്പിൽ ഇവരെ പിടിച്ചിരുത്തിയെന്ന് മാത്രമല്ല. അപ്പോൾ പീരിയോഡിക് മോഡേൺ പീരിയോഡിക് ടേബിളിലാണെങ്കിൽ പോലും അത് തന്നെയായിരുന്നു ആരുടെ കേസിലും മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളും. ഹൈഡ്രജൻ അന്നും ഇല്ല ഇന്നും ഇല്ല ഒരു പ്രോപ്പർ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഒരു കാരണം അതാണ്. പിന്നെ പൊസിഷൻ ഓഫ് സം എലമെന്റ്സ് വാസ് നോട്ട് ജസ്റ്റിഫൈഡ്. അത് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? ചില ആൾക്കാർക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് വണ്ണും കറക്റ്റാണ്. ഐസോടോപ്സ് വർ നോട്ട് ഗിവൺ സെപ്പറേറ്റ് പ്ലേസസ്. ഞാനത് ആദ്യം പറഞ്ഞായിരുന്നു. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ. അപ്പോൾ അവരെയും പിടിച്ചിട്ടൊക്കെ ഇരുത്തേണ്ടിയൊക്കെ വരും.
പക്ഷേ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ നിങ്ങൾ പ്രൊട്ടിയം, ട്രിഷ്യം അല്ലെങ്കിൽ ഡ്യൂട്ടീരിയത്തിനൊക്കെ വേറെ വേറെ പൊസിഷനിൽ കാണുന്നുണ്ടോ? ഇല്ല. ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണുന്നുള്ളൂ, അവർക്ക് ഐസോടോപ്സ് ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ അല്ലേ. അപ്പം അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഐസോടോപ്സിന് പ്രത്യേകിച്ച് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് കൊടുക്കണമെങ്കിൽ ഓരോ മാസമുള്ളവർക്ക് ഓരോ പൊസിഷൻ കൊടുക്കണമായിരുന്നു, പക്ഷെ അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് വർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടേബിൾ. ശരിയാ, അതിൽ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി 4 എന്ത് തന്നെയാണ്? ഡീമെറിറ്റ്സ് ആണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാ? ബി വരും. Question number 10. Which is the correct order of atomic sizes? സിറിയം 58, സമേറിയാണ് കേട്ടോ, SN അല്ല SM ആണത്. ഇറ്റർബിയം ആൻഡ് ലുട്ടീഷ്യം. ഇവരൊക്കെ എവിടെ കിടക്കുന്ന ആൾക്കാരാണ്? ഏത് ബ്ലോക്കിലുള്ള ആൾക്കാരാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. F ആണോ D ആണോ P ആണോ? പിയിലൊന്നും വരത്തില്ല. സിറിയം ലാന്തനോയിഡ് ആക്ടിനോയിഡ്സിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ സിറിയം എന്ന് പറയുമ്പോഴത്തേക്കും അറ്റോമിക് നമ്പർ 58 ആണ്. പിന്നെ അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന അറ്റോമിക് സൈസ് ആണ്. അലോങ് എ പീരീഡ് എന്താ സംഭവിക്കുക? അറ്റോമിക് സൈസ് കൂടുവോ കുറയോ? കൂടുവോ കുറയോ? ഇൻക്രീസ് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. കൂടും. അലോങ് എ പീരീഡോ? ഡിക്രീസാ ചെയ്യുക, കുറയുക ചെയ്യുക. കാരണം ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ സെയിം ഷെൽ, സോ സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ നിങ്ങളുടെ കയ്യിലുള്ള പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കി. ഇത് ശരിക്കും പീരിയോഡിക് ടേബിളിൽ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്താ പറ്റിയേക്കണെന്നറിയോ? ഓപ്ഷൻസിൽ സമേറിയം തന്നിട്ട് ക്വസ്റ്റ്യനിൽ SM ആണ്, SN തന്നിരിക്കണേ. അത് ആക്ച്വലി SM എന്നാക്കിയിട്ട് അറ്റോമിക് നമ്പർ എത്ര വരും? 62 ആക്കുക കേട്ടോ. 58, 62, 70, 71. പിന്നെ ഈ ഗ്രൂപ്പിൽ പെടാത്ത ആളാണ്, അപ്പോൾ അയാളെ കൊണ്ടൊന്നും അവിടെ ഇരുത്തേണ്ട ആവശ്യമില്ല. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമില്ല എന്ന് പറയുന്ന പോലെ. എന്നിട്ട് ഇനി ഒന്ന് പറയൂ, അലോങ് എ പീരീഡ് വരുന്ന ആൾക്കാർ ആരൊക്കെയാ? സീറിയം ആയിരിക്കും ലെഫ്റ്റ് എൻഡിൽ കിടക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ആര് വരും? അറ്റോമിക് നമ്പർ വെച്ച് നിങ്ങൾക്ക് പറയാമല്ലോ, 62. അത് കഴിഞ്ഞിട്ട് ഇറ്റർബിയം, ലുട്ടീഷ്യം. അപ്പോൾ ഏറ്റവും വലിയ ആളാരാ? സിറിയം. ഏറ്റവും ചെറിയ ആള് ലുട്ടീഷ്യം. അതിനൊരു റീസണിങ് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. സൈസ് ഓഫ് ദി ആറ്റം ഇൻ ദ F ബ്ലോക്ക് as we move along a period. നോർമലി പീരീഡ് അങ്ങോട്ട് പോകും തോറും കുറയും. പക്ഷെ നിങ്ങൾ F ബ്ലോക്കിൽ പഠിക്കുമ്പോൾ ഒരു കോൺട്രാക്ഷൻ പഠിച്ചല്ലോ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അല്ലേ. അതാണ് ഇവിടുത്തെ റീസൺ കേട്ടോ. സോ അവിടെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്നൊന്ന് എഴുതിയേക്കും. Next question, question number 11. Elements, example of elements belonging to S, P, D and F block are given below. Identify the wrong one. Wrong one പറയാമോ? S ബ്ലോക്കിൽ സീഷ്യം ഉണ്ടോ? നമ്മളിപ്പോൾ കണ്ടായിരുന്നു ഫസ്റ്റ് ആൽക്കലി മെറ്റൽസിൽ ഇല്ലേ, സീഷ്യത്തിൽ വന്നല്ലേ നിൽക്കുന്നത്. റുബീരിയം, സീഷ്യം, ഫ്രാൻഷ്യം. അപ്പോൾ S ആണ്. P ബ്ലോക്കിൽ ബേരിയം ഉണ്ടോ? ബേരിയത്തിന് എവിടെയാണ് നിങ്ങൾ കണ്ടത്? P ബ്ലോക്കിലാണോ S ബ്ലോക്കിലാണോ? S ബ്ലോക്കിൽ നിങ്ങൾ സെക്കൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം കാണുന്നുണ്ടല്ലേ. അപ്പോൾ ബേരിയത്തിനെ കൊണ്ടുവന്ന് ആരാടാ P ബ്ലോക്കിൽ ഇട്ടത്? അത് തെറ്റാണ്. ഇറ്റ് ഇസ് എൻ S ബ്ലോക്ക് എലമെന്റ്. ബാക്കിയുള്ളതും കൂടെ ഒന്ന് നോക്കൂ. ക്രോമിയം, കോപ്പർ ഒക്കെ D ബ്ലോക്കിൽ പല പ്രാവശ്യം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് വേണ്ടി പഠിച്ചത്. അപ്പോൾ ഒരിക്കലും അത് തെറ്റല്ല. F ബ്ലോക്ക് തോറിയം, നമുക്കറിയാം എന്താ പറയുക, മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റിൽ പെട്ടതാണ് തോറിയം ഒക്കെ. അപ്പോൾ അവരൊക്കെ എവിടെയായിരിക്കും? F ബ്ലോക്കിലായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 15th one. The main reason for showing anomalous properties of first member of a group in the S or P block is. നമ്മൾ എപ്പോഴും നിങ്ങൾ S ബ്ലോക്കും P ബ്ലോക്കും ഒന്ന് എടുത്തേ. അതായത് അവരെ ടുഗെദർലി വിളിക്കുന്ന പേരെന്തായിരുന്നു?
റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്. എനിക്ക് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള പേര് പറയുമ്പോഴൊക്കെ എനിക്ക് ബിന്ദു പണിക്കർ ഓർമ്മ വരും. അല്ലാതെ എന്തോ ഞാൻ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞല്ലേ, എനിക്കെന്തോ ആ വാക്ക് ബോർഡിൽ എഴുതുമ്പോഴൊക്കെ അവരെയാണ് ഓർമ്മ വരിക. സോ കേട്ടിട്ടില്ലേ തമാശ, റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും ആദ്യത്തെ പീരീഡ് നോക്കണ്ട, ഹൈഡ്രജൻ ഹീലിയം കഴിഞ്ഞിട്ട് വരുന്ന പീരീഡ് കണ്ടോ, ലിഥിയം, ബെറിലിയം, ബോറോൺ, നമ്മൾ അവരുടെ പേര് വെച്ചിട്ടല്ലേ ഫാമിലി. ഇപ്പോൾ നിക്കോജനും കാൽക്കോജനും ഹാലോജനും ഒക്കെ പറഞ്ഞത് അവരുടെ പേര് വെച്ചിട്ടാണ്. അവന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, ഏറ്റവും മേളിൽ കിടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ വീട്ടിലെ ഏറ്റവും പുന്നാര കുട്ടികളാണ് അവർ. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പ്രത്യേകതയുള്ള സൈസ് സ്മോളാണ്. സ്മോൾ ആകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ സൈസ് സ്മോൾ ആവുന്നത് ഒരു മെയിൻ റീസൺ ആണ്. പിന്നെ എന്താ, ചാർജ് ടു റേഡിയസ് റേഷ്യോ, അതായത് ചാർജ് സെയിം ആയിരിക്കും പക്ഷെ റേഡിയസ് എന്തായിരിക്കും, കുറവായിരിക്കും. ബാക്കി എല്ലാവർക്കും അങ്ങനെയല്ല, താഴേക്ക് വരുന്തോറും റേഡിയസ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അടുത്തത് ചെയ്യും കേട്ടോ. അപ്പം ഇതിൽ ചാർജ് ടു റേഡിയസ് റേഷ്യോയുടെ ആവശ്യം വരണില്ല. നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സ്മോൾ സൈസ് കണ്ട അപ്പോൾ ലൈക്ക് ഓൾമോസ്റ്റ് ആൻസർ സെയിം ആയിരിക്കും. ഇനി സ്മോൾ സൈസ് തന്നെ 2 ഓപ്ഷൻസ് വന്നാലാണ് പ്രശ്നം, അടുത്ത ഓപ്ഷനിലേക്കും കൂടെ നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, സ്മോൾ സൈസ് അതുപോലെ ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ബോറോൺ അല്ലെങ്കിൽ ഇവർക്ക് എന്താ വെച്ചാലേ, നമ്മളൊരു ഗ്രൂപ്പിന് ഒരു സ്വഭാവം എന്ന് പറയില്ലേ, പക്ഷേ ഇവർക്ക് ഇച്ചിരി വ്യത്യാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് ഇത്തിരി കൺസിഡറേഷൻസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്മോൾ സൈസ്, അയ്യോടാ അത് ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഇളയതല്ലേ എന്നൊക്കെ നമ്മൾ വരത്തില്ല, അതുപോലെ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. Question number 13. Which of the following order is incorrect? നിങ്ങൾക്ക് അറിയാവുന്നത് ഒന്ന് ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ, ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തതാ. അത് കറക്റ്റ് ആണോ ഫോൾസ് ആണോ? ഇലക്ട്രോനെഗറ്റിവിറ്റി, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 9. ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. നമ്മൾ പഠിച്ചു ഓക്സിജന്റെ 8 അപ്പോൾ ഫ്ലൂറിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓക്സിജൻ വരും. അത് കഴിഞ്ഞ് നൈട്രജൻ, കാർബൺ, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അത് തന്നെ നൈട്രജൻ P3 ആയതുകൊണ്ട് അയാൾ ഓക്സിജനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇച്ചിരി കുറവായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും എന്നേ പഠിച്ചുള്ളൂ. അയണൈസേഷൻ എന്താൽപ്പിയാണ് കൂടുതൽ വരിക. അപ്പോൾ അത് കറക്റ്റാണ്. അടുത്തത് അറ്റോമിക് നമ്പർ, നിങ്ങളുടെ പീരിയോഡിക് ടേബിളില്ലേ, ഒന്ന് മറിച്ച് നോക്കിയേ. മോളിബ്ഡിനം, സിർക്കോണിയം, റുതേനിയം, റോഡിയം. മോളിബ്ഡിനം എത്ര അറ്റോമിക് നമ്പർ? മോളിബ്ഡിനം 42. പിന്നെ സിർക്കോണിയം, നിങ്ങൾ ഡി ബ്ലോക്ക് എലമെന്റ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല. ടൈറ്റാനിയത്തിന്റെ ഫാമിലിയിൽ വരുന്നതാണ് ടൈറ്റാനിയം, സിർക്കോണിയം, ഹഫിനിയം. ടൈറ്റാനിയം 22ന്റെ താഴെ കിടക്കുന്ന സിർക്കോണിയം എത്ര അറ്റോമിക് നമ്പർ? 40. അപ്പം തന്നെ അവിടെ ഒരു വശപ്പശക് വന്നല്ലോ. പിന്നെ ബേസിക് റേഡിയസും അയോണിക് ക്യാരക്ടറും അത് നമുക്ക് അത്ര അറിയില്ല അല്ലേ, നമുക്ക് നോക്കാം കേട്ടോ ആ ക്വസ്റ്റ്യൻ. അയോണിക് ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അയോണിക് ക്യാരക്ടർ എന്താ? +4 അയോൺ ആവാനുള്ള ടെൻഡൻസി കൂടുതൽ. നോക്കൂ, സീഷ്യത്തിന് ഏറ്റവും ഹയറാണ്, നമ്മൾ പറഞ്ഞായിരുന്നു അയോണിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. അപ്പോൾ താഴേന്ന് മേളിലേക്കാണോ നോക്കിയേ? അതേലോ, സീഷ്യം കഴിഞ്ഞിട്ട് പൊട്ടാഷ്യം വന്നിട്ടുണ്ട് അല്ലേ, പൊട്ടാഷ്യം കഴിഞ്ഞിട്ടേ സോഡിയത്തിന് വരുള്ളൂ, ലൂസിയൻ, കാരണം സൈസ് സ്മോൾ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവന്മാർ അത്ര വേഗം മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കത്തില്ല. അപ്പോൾ അതും കറക്റ്റാണ്. ബേസിക് റേഡിയസ് നമുക്ക് നോക്കാം, നമ്മൾ അയോണിക് റേഡിയസും ബേസിക് റേഡിയസും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആൻസർ കിട്ടിയല്ലേ, ഏതാ? ഓപ്ഷൻ ബി. ഇനി ഇൻ ദ പീരിയോഡിക് ടേബിൾ ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ്, അത് നിങ്ങൾ മറ്റേ പീരിയോഡിക് ട്രെൻഡ് പഠിച്ച സമയത്ത് നോക്കിയിട്ടുണ്ട്. എന്താ, ആരാണ് ആസിഡിക് ഓക്സൈഡ്സിനെ തരാം, ആരാണ് ബേസിക് ഓക്സൈഡ്സിനെ തരാം? മെറ്റൽസ് ആണെങ്കിൽ അവർ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. നോൺ മെറ്റൽസ് ആണെങ്കിൽ ആസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവർ പറയുന്നത് ബേസിക് ഓക്സൈഡ്സിന്റെ ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഡിക്രീസസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് നിങ്ങൾ ആ ട്രെൻഡ്സ് ഒന്ന് എടുത്തേ നിങ്ങളുടെ, എന്നിട്ട് അത് നോക്കിയിട്ട് പറയൂ ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് എങ്ങനെയാണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിക്രീസ് ഇൻക്രീസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ്,
താഴേന്ന് അഞ്ചാമത്തെ കണ്ടോ, എങ്ങോട്ടേക്ക് ഡിക്രീസ് ചെയ്യും? സൈഡിലോട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്, താഴേക്ക് അത് എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ്, ഡിക്രീസസ്, ആൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻക്രീസസ്. ഏതാണ് ഓപ്ഷൻ? ആ, സി കിട്ടിയോ? റേഡിയസ് പലതരം ഉണ്ടല്ലോ. ഏതൊക്കെയാ റേഡിയസ്? അറ്റോമിക് റേഡിയസ് ഉണ്ട്, പിന്നെ അയോണിക് റേഡിയസ് ഉണ്ട്, പിന്നെ വാൻഡർവാൾസ് റേഡിയസ് ഉണ്ട്, കോവലന്റ് റേഡിയസ് ഉണ്ട്, മെറ്റാലിക് റേഡിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ അറ്റോമിക് റേഡിയസ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെയും ന്യൂക്ലിയസിൻ്റെ ഒരു സർക്കിൾ ആണെങ്കിൽ ഹാഫ് സർക്കിൾ, അല്ലെങ്കിൽ ആ സർക്കിളിന് പറയുന്ന പോലെ ഡയമീറ്ററും റേഡിയസും പോലെ തന്നെയാണ് അല്ലേ. സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം ഒരു സർക്കിളായിട്ട് എടുക്കുകയാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് നിങ്ങൾ ലാസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ടർ ഇതായിട്ട് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് ആ ലാസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ അറ്റോമിക് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താ അയോണിക് റേഡിയസ്? എപ്പോഴാണ് അയോൺ ഫോം ചെയ്യണേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. അയോൺസ് എപ്പോഴാണ് ഫോം ചെയ്യുക? ഒന്നുകിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യണം, മെറ്റൽസ് ആവണം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. അപ്പോൾ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുക, ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലേ, ഷെല്ലുകളൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അയോണിക് റേഡിയസ് കാറ്റയോൺസിന് എന്തായിരിക്കും? കുറവായിരിക്കും. ആനയോൺസിന് കൂടുതലായിരിക്കും. അവിടെ നിന്ന് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിലേക്കൊക്കെ പോയായിരുന്നു. എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർ അല്ലേ. സോഡിയം Na+, 10 ഇലക്ട്രോൺ ആണ്. നിയോൺ എന്ത് വരും? 10 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അവർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്ന കോവലന്റ് റേഡിയസ്. എന്താ കോവലന്റ് റേഡിയസ്? രണ്ടുപേരെ കോവാലന്റ് ബോണ്ടായിട്ട് നമ്മൾ ബോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് അല്ലേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആറ്റംസ് ഹെൽഡ് ബൈ മീൻസ് ഓഫ് സിംഗിൾ കോവലന്റ് ബോണ്ട് ഇൻ എ മോളിക്യൂൾ. പിന്നെ വാൻഡർവാൾസ് റേഡിയസ്, അതുപോലെ മെറ്റാലിക് റേഡിയസ്. ഇത്രയും കാര്യങ്ങളാണ് റേഡിയസിൻ്റെ കേസസിൽ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ ഒരു പ്രോബ്ലം. അതോടുകൂടി പ്രോബ്ലംസ് തീരല്ലേ. 9th ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യില്ല. നിങ്ങൾ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നോ? എല്ലാ ക്വസ്റ്റ്യനും. ലാസ്റ്റ് വൺ ഇസ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ്, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൻ്റെ റീസൺ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി. മറ്റവർക്ക് ഞാൻ കൺസെഷൻ കൊടുത്തിരിക്കുകയാണ്. ഇവരോട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളാം. കാരണം അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഇതേ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ അപ്പോൾ എനിക്കപ്പോൾ പറഞ്ഞു തരാം. ആരാ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു തന്ന കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇവരറിയട്ടെ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ നോണ പറയുന്നതെന്ന് വിചാരിക്കത്തില്ലേ. എന്തായിരുന്നു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അറിയായിരുന്നോ? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇവരത് അറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാമായിരുന്നു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? അയ്യോ, അതെന്താ? നിങ്ങൾ ബോണ്ടിങ് പഠിച്ച ആൾക്കാരല്ലേ, കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ N2+ N2 ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? വെന്നെവർ നമ്മൾ പഠിക്കുന്നുണ്ട് കാറ്റയോൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഇലക്ട്രോണിനെ ലൂസ് ചെയ്തുകൊണ്ട് അല്ലേ. ഇവിടെ നമ്മളിപ്പോൾ കണ്ടു മെറ്റൽസ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. ആനയോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തുകൊണ്ട്. ഓക്കെ, സോ whenever a cation or an anion is formed, there is losing and gaining of electrons. അപ്പം സോഡിയത്തിൻ്റെ കേസ് എടുക്കുക ഞാൻ. സോഡിയം എത്ര അറ്റോമിക് നമ്പർ? 11 അല്ലേ. സോഡിയത്തിന് എന്താവാൻ പറ്റും? Na+ ആവാനായിട്ട് പറ്റും. എങ്ങനെ? ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇയാൾക്ക് എത്ര ഇലക്ട്രോണായി? 10 ഇലക്ട്രോണായി ആണല്ലോ. ഇതിൽ എത്ര ഷെല്ലുണ്ടായിരുന്നു? സോഡിയം 2, 8, ഒരു ഇലക്ട്രോൺ ഇവിടെ അല്ലേ. അല്ലേ, ഇത് 10 ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ ഷെല്ല് അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്യുക അല്ലേ. ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റി? കാറ്റയോൺ ആയപ്പോൾ അയാളുടെ സൈസ് എന്ത് പറ്റും? കുറയും. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഒരു കാറ്റയോൺ ഫോം ചെയ്യുമ്പോൾ സൈസ് കുറയും, ആനയോൺ ആകുമ്പോൾ സൈസ് കൂടും പാരൻറ്റിനേക്കാൾ. ഇപ്പം ഞാൻ ആ പാരൻ്റെങ്കിൽ ഞാനൊരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന അയോണിന് എന്ത് പറ്റും? കുറയും. വീണ്ടും ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുറയും. അപ്പോൾ എത്രത്തോളം ഇലക്ട്രോൺസിനെ കളയുന്നു അത്രത്തോളം സൈസ് കാറ്റയോണിൻ്റെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആനയോൺ ഒരു ഇലക്ട്രോണായിട്ട് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് ആനയോൺ ആയിട്ട് മാറുമ്പോൾ അയാൾക്ക് എന്ത് പറ്റും? സൈസ് ഇൻക്രീസ് ചെയ്യും. എത്രത്തോളം ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നോ അത്രത്തോളം സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ?
അപ്പോൾ എപ്പോഴും ചാർജ് നോക്കുക. മൈനസ് ചാർജ് ഏറ്റവും കൂടുതലുള്ള ആളായിരിക്കും ഏറ്റവും വലുത്, പ്ലസ് ചാർജ് ഏറ്റവും കൂടുതൽ പ്ലസ് ചാർജ് ഉള്ള ആളായിരിക്കും ഏറ്റവും ചെറുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? S2 മൈനസ് Cl മൈനസ് Ca2 പ്ലസ് K പ്ലസ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, ഇവിടെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്, ജസ്റ്റ് ഒന്ന് എഴുതുക, അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൾഫർ, ക്ലോറിൻ. ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും നിങ്ങളൊന്ന് വേഗം പറഞ്ഞേ, എന്നിട്ട് നമുക്ക് പോവാം. ഇൻക്രീസിങ് ഓർഡർ ഏറ്റവും വലിയ ചാർജ് സൈസ് ആർക്കാ വരിക? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആളാരാ? S2 മൈനസ്. 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ബിയും ഡിയും. അതിൽ ഏത് വരും? S2 കഴിഞ്ഞാൽ പിന്നെ ആര് വന്നോളണം? Cl മൈനസ്. ആരാ അത് ഓപ്ഷൻ? ഇൻക്രീസിങ് ഓർഡർ നിങ്ങൾ പറയുമ്പോൾ തിരിഞ്ഞുകൊണ്ടിട്ടാ ബി വരും. ചെറുതിന്ന് വലുതിലേക്കല്ലേ പോകേണ്ടത്? നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങൾ അതേ മാർക്കിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എഴുതി വെച്ചത് ശരിയാണെങ്കിലും ആ ഇൻക്രീസിങ് ഡിക്രീസിങ് വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? അത് 2 ഓപ്ഷൻ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ശരിയാ, പക്ഷെ അത് എന്താ ഡിക്രീസിങ് ഓർഡർ ആയിപ്പോയി, മറ്റേതാണ് ചോദിച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ നമുക്കറിയാം ആസ് ദ ചാർജ് ഓഫ് ദി കാറ്റയോൺ ഇൻക്രീസസ് സൈസ് ഡിക്രീസസ്. അല്ല, ഇനി ഇവന്മാർക്കൊക്കെ ഒരേ നമ്പർ, ഇപ്പം മിസ് പറഞ്ഞല്ലോ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന്, നമുക്ക് അതൊന്ന് കൺഫേം ചെയ്യണ്ടേ? അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കൂ. കാരണം അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഇവന്മാരെ അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ ഇനിയും കാണേണ്ടതാണ്. ആരൊക്കെ ആൾക്കാർ? Ca2 പ്ലസ്, പൊട്ടാഷ്യം, പിന്നെ Cl മൈനസ്, S2 മൈനസ്. എത്ര വരും അറ്റോമിക് നമ്പർ? കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 20. പൊട്ടാഷ്യം എത്രയാ? 19. ഇയാൾ 17. ഇയാൾ എത്ര വരും? സൾഫർ, ഓക്സിജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൾഫർ അല്ലേ, 16.